أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. رمضان سوق قام ثم انفض ربح فيه من ربها وخسر فيه من خسره كما قال رسول الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട അഹ്ലുസുന്നയുടെ കാവലാളുമാരായ ഉലമാക്കൾ, മുതഅല്ലിമീങ്ങൾ, സഹോദരങ്ങൾ, ഈ നാടിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ, സഹോദരിമാർ, ഉമ്മമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നാളെ ഇതുപോലെ സ്വർഗീയ ആരാമത്തിൽ അള്ളാഹുവിന്റെ ആരിഫീങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ നമുക്കുണ്ട്. അള്ളാഹു ഈ പരിശുദ്ധമായ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. അന്ന് കുറച്ചു നേരമായെങ്കിലും ഇതിനിടയിൽ ഒരുപാട് പേര് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞു. അല്ലാഹു തമ്പുരാൻ എല്ലാത്തിനും പരിഹാരമായി, ആ പരിഹാരത്തിന് ഉതകുന്ന മജ്‌ലിസായി അല്ലാഹു നമ്മൾ ഇന്ന് കബൂലാക്കട്ടെ. പ്രിയമുള്ളവർ, അല്ലാഹു തമ്പുരാന്റെ ആരിഫ്യങ്ങളുടെ പേരിൽ ഒരുമിച്ച് കൂടിയ അനുഗ്രഹീതമായ മജ്‌ലിസ്, പടച്ച തമ്പുരാൻ ഇഷ്ടപ്പെട്ട ആരിഫീങ്ങൾ ചെയ്ത ദിക്റുകളും അവരുടെ ശൈലികളും ജീവിതത്തിൽ പകർത്തിയ മജ്‌ലിസ്. കേവലം മജ്‌ലിസിനുപരി അത് ഹൃദയത്തിൽ കുറിച്ചെടുത്ത് ആവേശത്തോടെ അവരുടെ ഇഷ്ടത്തോടെ ഒരുമിച്ച് കൂടുന്ന മജ്‌ലിസ് അല്ലാഹു കബൂലാക്കട്ടെ. നമ്മളുള്ളത് പരിശുദ്ധമായ റമദാനിന്റെ അനുഗ്രഹീതമായ ഓരത്ത്. ഈ റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നത് കേവലം ഒരു 12 വർഷത്തിലുള്ള 12 മാസങ്ങളിൽ ഒരു മാസമായി അല്ലാഹുവെ തന്നാ മതി. പ്രത്യേകിച്ച് റമദാനിൽ ഒരു നോമ്പെടുത്തിട്ട് നമ്മളെ പട്ടിണി കിടത്തിയിട്ട് അല്ലാഹു ഒന്നും നേട്ടണ്ട. അല്ലാഹുവിന് ഒരു നേട്ടവും, മറിച്ച് നമുക്ക് വേണ്ടത് അറിവല്ല, മറിച്ച് തിരിച്ചറിവാണ് എന്ന് പഴയകാല ഉലമാക്കള് പറയും. അറിവുകൾ ആർക്കും വായിച്ചെടുക്കാനും സ്വായത്തമാക്കാനും ഒക്കെ എമ്പാടും. പക്ഷെ തിരിച്ചറിവുള്ളവരാകുക എന്നുള്ളതാണ് യഥാർത്ഥമായ അറിവാളികൾ എന്ന് പറയുന്ന ഇൽമിന്റെ അഹ്ലുകാരിൽ പെടാനുള്ള ഭാഗ്യമുണ്ടാവുക, തിരിച്ചറിവുണ്ടാവുക. അള്ളാഹു ആ തിരിച്ചറിവ് വേണ്ടുവോളം ഉള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധമായ റമദാൻ അള്ളാഹു നമുക്ക് തന്നത്, അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്, നമുക്കൊക്കെ അറിയാം. ആ റബ്ബ് അവന്റെ അടിമകളാകുന്ന, അവന്റെ സൃഷ്ടികളാകുന്ന മനുഷ്യരെ നമ്മളെ ശിക്ഷ തന്ന് നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കത്തിച്ച് കളയാൻ അള്ളാഹുവിന് വലിയ ഇഷ്ടമൊന്നുമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ രക്ഷപ്പെടുത്താനാണ് അള്ളാഹുവിന് ഇഷ്ടം. അതിനാ മുത്തുനബിയെ നമുക്ക് എന്ന് ഖുർആൻ പറഞ്ഞവിടെ അള്ളാഹു നമ്മളെ എങ്ങനെയൊക്കെ, ഒരു മനുഷ്യൻ ദുനിയാവിലേക്ക് ജനിച്ചു വീണാൽ ആദ്യം സംഭവിക്കുമെന്ന് ഉറപ്പുള്ള കാര്യം എന്താ? ദുനിയാവിലേക്ക് ജനിച്ചു വീണാൽ ഉറപ്പായും സംഭവിക്കുമെന്ന് പറഞ്ഞ കാര്യം എന്താ? 5 പേരെടുക്കല് മരണം. ആ മരണം മരിച്ചാൽ ഉറപ്പായും കടന്നു പോകുമെന്ന് പറയുന്നൊരു സംഗീതം എവിടെയാണ്? എവിടെ?
മരിച്ചാൽ ഉറപ്പായും നമ്മളൊക്കെ, ഞാനും ഈ നിമിഷം, ഈ നിൽക്കുന്ന നിമിഷം ഞാൻ നിന്ന് മരിച്ചു പോയ തൊട്ടു മുമ്പ് ഞാൻ വരുന്ന വർക്കലേതാ ഇടവേല്, അവിടെയും ആ പ്രഭാഷണത്തിന് ലാസ്റ്റ് ഞാൻ ചോദിച്ച ചോദ്യം, ഈ നിമിഷമെങ്ങാനും ഞാൻ മരിച്ചു പോയാൽ ഉറപ്പായും പോകുമെന്ന് പറയാൻ പറ്റുന്ന ഒരു സംഖ്യതയുള്ളൂ. ആ സംഖ്യത ഏതാ? നരകമോ? അല്ലാഹു കാക്കട്ടെ. ഈ നിമിഷം ഞാനോ നിങ്ങളോ നമ്മളിൽ ആരെങ്കിലോ മരിച്ചു പോയാൽ, ദുനിയാവിന്റെ മനുഷ്യർ മരിച്ചു പോയാൽ, എത്ര മഹത്വമുള്ളവരായാലും ആരായാലും മരിച്ചുപോയ ഉറപ്പ് കടന്നു ചെല്ലുമെന്ന് പറയാൻ പറ്റുന്ന ഒരു സംഗീതയുള്ളൂ, അത് നരകമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരും ആ നരകം മുന്നിൽ നിർത്തിയിട്ട് വേണം പിന്നെ സ്വർഗത്തിന് വില പറയാൻ. ഒരു അഗാധമായ ഗർത്തത്തിന്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇരമ്പി വരുന്ന കടലിന്റെ ഈ അടുക്കി വെച്ച കല്ലുകളെങ്ങാനും തകർന്നു വീണാ എങ്ങോട്ട് പോകുന്നു വെച്ച് നമുക്ക് ചങ്കൂറ്റത്തോടെ പറയാതെ കടലിലെ കൊണ്ടുപോകുന്നു അല്ലേ? ഇങ്ങോട്ടൊന്നും കയറി വരൂല കല്ല്, കരയിലേക്ക് കയറില്ല. അങ്ങനെ കയറണമെങ്കിലും കടൽ വിചാരിക്കണം. അത് പൊഴിഞ്ഞു വീണാൽ ചെന്ന് വിടേണ്ടത് കടലില എന്നതുപോലെ നമ്മളെങ്ങാനും മരിച്ചു വീണാൽ ഉറപ്പായും കടം ചെല്ലേണ്ട ഒരു സംഗീതം എന്ന് പറയുന്ന നരകവാ. പിന്നെ ആ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടിട്ട് സ്വർഗത്തിലേക്കൊന്ന് ചേക്കേറാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാ നമ്മുടെ ഈ റാത്തീബും പരിശുദ്ധ റമളാനും നമസ്കാരവും സ്വലാത്തും ദിക്റും ഒക്കെ 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 നമ്മുടെ സ്വതക്കകള്, അരിപറച്ചില്, ആടുപറച്ചില്, ഇറച്ചി പറച്ചിലെല്ലാം ഈ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ ചേക്കേറാനുള്ള പരിശ്രമത്തിന്റെ ഭാഗങ്ങളാ. അതും അള്ളാഹു കബൂലാക്കി അവന്റെ ഔദാര്യം നമുക്ക് തന്നാൽ മാത്രം, നമ്മുടെ അമലിന്റെ പവർ കൊണ്ടല്ല, അള്ളാന്റെ ഔദാര്യം തന്നാൽ മാത്രം. അള്ളാഹുവിന്റെ അത്ഭുതമായ ആ ഒരു ഔദാര്യത്തിന്റെ പേരാണ് നമ്മൾ റഹ്മത്ത് എന്ന് വിളിക്കുന്നത്. അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹു ദുനിയാവിൽ നമുക്ക് തന്ന സന്തോഷങ്ങൾ അഖിലവും, സമ്പത്തായാലും മക്കളായാലും നമ്മളെ കാഴ്ചയായാലും കേൾവിയായാലും ആരോഗ്യമായാലും നമ്മുടെ അനക്കമായാലും അടക്കമായാലും ഒന്ന് എഴുന്നേറ്റ് മടക്കാൻ പറ്റുന്നതായ ആ ഒരു കഴിവായിരുന്നാലും, പഠിക്കാനും പഠിപ്പിക്കാനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സ്നേഹിക്കാനും വാത്സല്യം കാണിക്കാനും ചേർത്ത് പിടിക്കാനും എല്ലാം അള്ളാഹു തരുന്ന ആ ഒരു സംഗതി എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അതിവിശാലമായ റഹ്മത്തിന്റെ ഓഹരികൾ മാത്രമാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളെ നരകത്തിലിടാൻ പറ്റാത്തോണ്ടാണ് പ്രവാചകന്മാരെ അയച്ച്, മുത്തുനബി അയച്ച് ഒരുപാട് കാര്യമൊക്കെ പഠിപ്പിച്ച് എല്ലാത്തിനും അവസാനം അള്ളാഹു തരുവാ 11 മാസക്കാലങ്ങൾ. അങ്ങനെ പോരാ, 12 മാസങ്ങളിൽ ഒരു മാസത്തെ അള്ളാഹു വേർതിരിച്ച് മാറ്റി നമുക്ക് തരാ. നമ്മൾക്ക് നോമ്പെടുത്തുകൊണ്ട് അല്പം ഒരു സാധാ മാസത്തെക്കാലം ഒരല്പം ക്ഷമ നമ്മൾ കാണിച്ചാൽ അള്ളാഹു ആ മാസം തന്നെ നോക്കിക്കേ. ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർദിന്റെ കൂലിയാ റമളാനിൽ. ഒരു ഫർദ് എടുത്താൽ 70,000 തഖ്വയുടെ തോതനുസരിച്ച് കൊണ്ട് പ്രതിഫലവാ. അപ്പൊ അള്ളാഹു ഈ പരിശുദ്ധമായ റമളാൻ തന്നത് ആ റമളാനിന്റെ മൂല്യമെങ്കിലും ഉൾക്കൊണ്ടിട്ട് അങ്ങനെങ്കിലും ഇവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള നമുക്കുള്ള ഭാഗ്യമായിട്ടാണ്, നമുക്കുള്ള അവസരമായിട്ടാണ് അള്ളാഹു നമുക്ക് റമളാൻ തരുന്നത്. അല്ല നമ്മളെ ബുദ്ധിമുട്ടിക്കാനല്ല. ഇത് നമുക്കുണ്ടാവേണ്ട ഒരു തിരിച്ചറിവാണ്. അള്ളാഹു തരട്ടെ, അള്ളാഹു തരട്ടെ. അങ്ങനെ ഒരു പരിശുദ്ധമായ റമളാൻ തരുമ്പോഴാണ് അവിടെയും അള്ളാഹു 3 ഭാഗമാക്കി തിരിച്ചിന്. അവലുഹു റഹ്മ വ ഔസതുഹു മഗ്ഫിറ വ ആഖിറുഹു ഉത്ഖും മിനന്നാർ. ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 അല്ലാഹു ഓഹരിയാക്കുക, രണ്ടാമത്തെ 10 പൊറുക്കലിന്റെ 10ആയിട്ട് ഓഹരിയാക്കുക. ഇതെല്ലാം എല്ലാ മാസവും ഉണ്ട് കേട്ടോ. അവസാനത്തെ 10 നരകത്തിന്റെ മോചനമായിട്ട് ഓഹരിയാക്കി തരുന്നില്ല. ഞാനിപ്പോ ഇങ്ങോട്ട് കടന്നു വരുമ്പോ നമ്മുടെ സക്കാഫിയോട് പറയാൻ, സക്കാഫി പൈസ ഇല്ല, ഒരു 1000 രൂപ തന്നാ ഡീസൽ അടിക്കാൻ പൈസ വേണമെന്ന് ചോദിച്ചാൽ സക്കാഫി വളരെ സന്തോഷത്തോടെ തരും. കാരണം എന്താ? ആ പരിചയമുള്ള ആളാ, വേറെ കുഴപ്പക്കാരനൊന്നുമില്ല, പിന്നെ എനിക്കിട്ട് വലിയ പണിയൊന്നും വെച്ചിട്ടില്ല, നമുക്ക് ദ്രോഹിച്ചിട്ടില്ല, അതുകൊണ്ട് തരും. സക്കാഫി തരൂ, ഒരിക്കലും നോക്കി ചോദിച്ചോണെങ്കിൽ ചോദിച്ചിട്ട് അതുകൊണ്ട് തരും. കാരണം അയാളുടെ മനസ്സിൽ എന്നോടൊരു ഇഷ്ടമുണ്ട്, ഒരു അടുപ്പുണ്ട്, ഒരു തോന്നലുണ്ട്. എന്നാല്
ഞാൻ ഇങ്ങോട്ട് മടന്നു വരുമ്പോ ഇയാൾ ഓടി വന്ന് ആ ആൾക്കാരുടെ വെച്ച് കയ്യേരാണ്. അസ്സലാമു അലൈക്കും തങ്ങളെന്ന് കൈ ഓടിക്കുമ്പോ ഞാൻ പിന്നെ നമ്മൾ കൈയൊക്കെ വലിച്ചു മാറ്റി. അങ്ങോട്ട് പോകുമ്പോൾ അയാളെ മൈൻഡ് ചെയ്തില്ല. ആൾക്കാർ പോകുമ്പോൾ വെച്ചിട്ട് ഓന്റെ ഉസ്താദിനെ കണ്ട മൈൻഡ് ചെയ്തില്ല. നാണം കൊടുത്തിട്ട് അവസാനം പോയി ചോദിക്കാൻ ഇറങ്ങാൻ നേരത്ത് 1000 തരുമോ? ഇപ്പൊ തരാം എന്ന് പറയാം. കാരണം എന്താ? അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നെ കുറിച്ചൊരു ഒരു 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 മോശമായ ഒരു മാർക്ക് വന്നുപോയി. അങ്ങനല്ലേ? അപ്പൊ നമുക്ക് ആ മനുഷ്യനെ തരാൻ തോന്നണമെങ്കിൽ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു ഇഷ്ടവും ഒരു അടിപ്പവും തരക്കേടില്ല, എന്നോട് ഇഷ്ടമുള്ള ആളാണ് എന്ന് തോന്നണമെങ്കിൽ തരൂ. ശരിയാവില്ലടാ, എങ്കിലേ തരുള്ളൂ. ഇതുപോലെ ഇന്ന് മഗ്ഫിറത്തിന്റെ 10 അള്ളാഹു നമുക്ക് പുറത്തു വരണമല്ലോ. ആ അള്ളാഹു തമ്പുരാന്റെ ഓരത്തവനിൽ തിരക്കേടില്ല എന്ന് തോന്നിക്കുന്ന അള്ളാഹു തമ്പുരാൻ അവനെ പുറത്തു കൊടുക്കാമെന്ന് റബ്ബുരാൻ തീരുമാനിക്കുന്നതിലേക്കുള്ള വഴികാട്ടിയായി അള്ളാഹു തമ്പുരാന്റെ റഹ്മത്താ, അള്ളാഹു തമ്പുരാന്റെ സമീപത്തില് ഒരു ഇഷ്ടമൊന്നും നേടാനുള്ള 10 ആയിരുന്നു ആദ്യത്തെ റഹ്മത്തിന്റെ 10. അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹുവേ, നിന്റെ വിശാലമായ റമളാൻ 2 പോളം ആസ്വദിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. ബിബറകത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ആ 10 റഹ്മത്ത് തേടിയാലാണ് നമുക്ക് ഇപ്പൊ മഗ്ഫിറത്ത് നേടാൻ പറ്റൂ. ഇല്ലേ? ഇപ്പോഴെങ്കിലും നമ്മൾ റഹ്മത്ത് തേടാൻ കഴിയണം. അള്ളാഹു അതിന് ഭാഗ്യം തരട്ടെ. ഈ റമളാൻ അള്ളാഹുവിന്റെ റഹ്മത്ത് തേടണം, മഗ്ഫിറത്ത് വേണം, ഇത്തൊക്കെ നേടണം. നമ്മൾ നോക്കിക്കേ, നമ്മൾ നോക്കുമ്പോ അല്ലാഹുമ്മ റഹ്മനാ, കരുണ ചെയ്യണേ അല്ലാ, എന്നോട് അല്പം ഒരു ദയ കാണിക്കണേ അല്ലാ. 10 17 ദിവസവും നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈയുയർത്തിയവരാട് ഈ 10 നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുവേ എന്റെ അപരാധങ്ങളൊന്ന് പൊറുക്കണേ അല്ലാ. അള്ളാഹുവിനോട് നമസ്കാരത്തിന് ശേഷം ഇമാമ പറയുമ്പോ കൂടെ നമ്മൾ പറഞ്ഞോന്നറിയില്ല, പാടി വരാൻ എന്തായാലും അല്ലെ, എന്തായാലും കൂടെ പാടിയിട്ടുണ്ടെന്ന് ഉറപ്പാണ്. എന്താന്ന് തിരിഞ്ഞവരുണ്ടാവാം, തിരിയാത്തവരുമുണ്ടാകാം. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി, അള്ളാഹുവേ അപരാധങ്ങൾ എമ്പാടുമാ നീ എന്ന് പൊറുക്കണേ അല്ലാ. അള്ളാഹു തമ്പുരാനോട് നമ്മൾ അപേക്ഷിച്ചു പോയിട്ടുണ്ട്, പൊറുക്കണേ പൊറുക്കണേ, ദയ കാട്ടണേ, കരുണ ചെയ്യണേ, വാത്സല്യം തരണേ, ഒന്ന് പടച്ചവനെ ഒന്ന് പരിഗണിക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്യാട് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇങ്ങോട്ട് പൊറുക്കണം എന്ന് നമ്മൾ ആശിക്കുന്നുണ്ട്. അല്ലെ അല്ലെ? അള്ളാഹു ഇങ്ങോട്ട് പൊറുക്കണം എന്ന് ആശിക്കുന്നുണ്ട്. അതെങ്ങനെയല്ല, നീ മര്യാദയ്ക്ക് പുറത്തു വന്നോളാം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അല്ലാഹുവേ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണേ എന്നുള്ള താഴ്മയുടെ കോലത്തിലാണ് ആ വിളി. അതിലൊരു സംശയമില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാനും റഹ്മത്ത് ചെയ്യാനും ഒക്കെ തയ്യാറാ. പക്ഷെ പടച്ചോന് തരണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതിന്റെ പകുതി വേണം. നമ്മുടെ കയ്യിൽ അതിന്റെ പകുതി വേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം ഒന്ന് ആലോചിച്ചാൽ മതി. എനിക്ക് എന്നെ അറിയാം, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് നിങ്ങളെ അറിയാം അല്ലെ? ഓരോരുത്തർ സ്വഭാവം ഒന്ന് മനസ്സിലൊന്ന് രൂപപ്പെടുത്തിയാൽ മതി. നമ്മൾക്കാടും അള്ളാഹുവിന്റെ പൊറുക്കല് വേണം, അവന്റെ കരുണ വേണം, എല്ലാം വേണം 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 വേണം. പക്ഷേ അയൽപക്കക്കാരനായ ഒരാളോട് 2 വർഷം മിണ്ടണില്ല, അവനോട് ഒരു റഹ്മത്ത് കാട്ടാൻ നമ്മൾ തയ്യാറല്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് എനിക്ക് വേണം, പക്ഷെ അവരോട് റഹ്മത്ത് കാട്ടൂല. അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാർ പടച്ച തമ്പുരാൻ പുറത്തു വരണമല്ലോ നമുക്ക്. എല്ലാരും അതിനു വേണ്ടി ദുആ ചെയ്യണോരാ. അള്ളാഹുവേ പൊറുക്കണേ എന്ന് ദുആ ചെയ്യാൻ എപ്പോഴും തയ്യാറാട്. പക്ഷേ അയൽവക്കത്തുള്ള ഒരാൾക്ക്, നിന്റെ കൂട്ടുകാരനോട് ചുമയ്ക്ക് നിന്റെ അടുത്ത് വന്ന് കൈകെട്ടിയാ പോലും അവനോടൊന്ന് പൊറുക്കാ. 5ഉം 10ഉം വർഷമായിട്ട് മിണ്ടാത്ത എത്ര പേര് നമ്മുടെ നാട്ടിലുള്ളത്? ഇവരൊക്കെ നോമ്പ് പിടിക്കണില്ലേ? ഇവരൊക്കെ ദുആ ചെയ്യണില്ലേ? ഇവരൊക്കെ തറാവീഹ് നിസ്കരിക്കണില്ലേ? അപ്പോഴൊക്കെ ഇത് തന്നെയല്ല പണി. പടച്ചോനെ എനിക്ക് പുറത്താ, പടച്ചോനെ എനിക്ക് റഹ്മത്ത് താ. പക്ഷെ എന്തേ നീ നിന്റെ അയൽപക്കത്തുള്ള നിന്റെ കൂട്ടുകാർക്ക്, നിന്റെ അയൽപക്കത്തുള്ളവർക്ക് പുറത്തു കൊടുക്കാൻ തയ്യാറല്ല?
നിസ്സാരമായ കുറെ കാര്യങ്ങൾ നമുക്കുണ്ട് റമദാൻ വിജയിക്കാൻ. അള്ളാഹു അതൊക്കെ തരട്ടെ. ഉദാഹരണമായിട്ടൊന്ന് പറയാ, ബാങ്ക് വിളിക്കും, നമ്മൾ നോമ്പ് കൊടുക്കണം അല്ലേ അല്ലേ? അള്ളാന്റെ റസൂൽ പറഞ്ഞ എന്താ? ബാക്കി അവിടെ നിൽക്കട്ടെ. നോമ്പ് തുറക്കുന്ന സമയത്ത് അവന് വലിയൊരു സന്തോഷമുണ്ട്. അള്ളാഹു വലിയ ഇഷ്ടപ്പെടുന്ന ഒരു സമയോ ആ സമയം പടച്ച തമ്പുരാന് വേണ്ടി ചെലവഴിച്ചാൽ ഒരു ഹദീസിൽ കാണാം, അവന്റെ ജീവിതത്തിന്റെ പാപങ്ങളൊക്കെ ഞാൻ പൊറുക്കാമെന്ന് അള്ളാഹു വാക്ക് പറഞ്ഞ നിമിഷം നോമ്പ് തുറക്കണ ദിവസം. ആ നിമിഷം പള്ളിയിലിരിക്കും, അവിടെ എന്തെല്ലാം ബഹളമാ, കഞ്ഞിയുടെ ബഹളം, പാത്രത്തിന്റെ ബഹളം, ഉപ്പ് കുറഞ്ഞെങ്കിൽ അതിന്റെ ബഹളം, ഇല്ലെങ്കിൽ കഴിഞ്ഞതിന് എനിക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളാണ് കൊട്ടേഷൻ പിടിച്ച് കഞ്ഞി വെക്കണമെങ്കിൽ അങ്ങനെ പ്രശ്നം. ഈ പള്ളിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ പ്രശ്നം. ഈ സംസാരങ്ങളല്ലാതെ വേറൊന്നുമില്ല. എന്നാൽ നോമ്പ് തുറക്കുന്നു വീട്ടിലാവട്ടെ പകലന്തിയോളം പണിയെടുക്കുന്ന പെണ്ണുങ്ങളെ മണ്ടേ കുതിര കയറാൻ എല്ലാവരും ഉഷാറാ. വെറുതെ ഒന്നും പറയണല്ലേ ഇത്. ആ പാവങ്ങള് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് സ്വന്തം ഖുർആൻ പോലും ഓതാൻ കഴിയാതെ കഷ്ടപ്പെട്ട് വെക്കുമ്പോ അതിന്റെ കുറ്റം പറയാൻ നമ്മൾ ഉഷാറ. കാരണം എന്താ? പള്ളിയിൽ പോയി ആരെങ്കിലും വെക്കിട്ട് കയറി അവന്റെ നിന്ന് കിട്ടി എല്ലാം കൂടെ കൊണ്ടു തീർക്കുന്ന ഇവിടെയാണല്ലോ നമ്മളെ ശീലം. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. പോട്ടെ, ഞാൻ അങ്ങോട്ട് കിടക്കണില്ല. ആ നോമ്പ് തുറക്കുന്ന സമയത്ത് അള്ളാഹു തമ്പുരാന്റെ ബാങ്ക് വിളിക്കുമ്പോ മിണ്ടാതിരിക്കണമെന്ന മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി. മരിക്കുമ്പോ ഈമാൻ പോലും തെറ്റിപ്പോവാൻ മാത്രം അപകടമാ ബാങ്ക് വിളിക്കുമ്പോ നിങ്ങൾ ദുനിയാവിന്റെ സംസാരിക്കല്. ആ സമയത്ത് നമ്മൾ നോക്കിക്കേ, ബാങ്ക് വിളിക്കും, അത് പടപടാന്ന് 1 കിലോ ഈത്തപ്പഴമായി വായിക്കാതെ അടിച്ചു കയറ്റാനുള്ള സമയമെന്ന് നമ്മളെയൊക്കെ വിചാരം. അങ്ങനെ അല്ലെങ്കിൽ തണ്ണിമത്ത് അഴിപ്പോയിലടെ എന്ന് പറയാനുള്ള സമയമാകുന്ന വിചാരം അല്ല. ആ സമയത്ത് ദുആക്ക് ഇജാബത്തുണ്ട്. ബാങ്ക് വിളിക്കുമ്പോ അല്ലാഹു അക്ബർ പറയുമ്പോ അതുപോലെ പറയല് അല്ലേ? ഇയാള് പറയുമ്പോ ഹൗക്കല പറയല്, ഇതൊക്കെ പറയൽ വലിയ സുന്നത്താണ് എന്ന് നമുക്കറിയാം. ബാങ്ക് വിളിച്ചതിന് ശേഷം ഒരു ദുആയുണ്ട്, അത് മുത്തുനബിക്കുള്ള ശഫാഅത്ത. അത് നമുക്ക് നാളെ അള്ളാന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടാനൊരു മാർഗമാണ് എന്നും നമുക്കറിയാം. ബാങ്ക് വിളിച്ചതിന് ശേഷം ദുആ ചെയ്താൽ അല്ലാഹ് സ്വീകരിക്കുമെന്നും നമുക്കറിയാം. നോമ്പ് തുറക്കുന്ന സമയത്ത് ദുആയുണ്ട്, അതിന് സ്വീകാര്യതയുണ്ടെന്നും കബൂലാണെന്നും നമുക്കറിയാം. ഇതെല്ലാം അറിയാമെങ്കിൽ നമ്മൾ അപ്പോഴ് അള്ളാഹു മലക്ക് സ്വന്തമൊക്കെ പറഞ്ഞില്ലേ അള്ളാഹ് അറിയാം. എങ്കിലും ബിസ്മിയും പറഞ്ഞോ പറയാതെ ഒരു അടിയാണ്. എന്തായാലും നോമ്പ് മുറിയുന്നുള്ള കാര്യം നമുക്കറിയാം. പറഞ്ഞാലും പറഞ്ഞില്ലേ, ദിക്ർ പറഞ്ഞാലും കൊള്ളാം, ബിസ്മി പറഞ്ഞാലും കൊള്ളാം, നോമ്പ് മുറിഞ്ഞു പോകുന്നുള്ള കാര്യം ഉറപ്പാ അല്ലേ? ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇസ്ലാമിന്റെ കാര്യങ്ങൾ നമ്മൾ നിസ്സാരമായി കളയുന്ന പലതും ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ ഉപകാരപ്പെടും. ഈ ബാങ്ക് വിളിച്ച് നമ്മൾ തിന്നോ കഴിച്ചോ ഒക്കെ ചെയ്തോ, അതിന്റെ കൂട്ടത്തില് അശ്വലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ ഒന്നുകൂടെ പറ, വെറുതെ അള്ളാഹു സ്വീകരിക്കട്ടെ. അത് കഴിയുമ്പോ 2 വാക്കില് പടച്ചോനെ നോമ്പ് സ്വീകരിക്കണേ അള്ളാഹ്. അല്ലെങ്കിൽ ദുനിയാവിന്റെ വിഷയങ്ങൾ, ഭാര്യയുടെ അസുഖം, പടച്ചോനെ മക്കളില്ല, അള്ളാഹുവേ ആ വിഷയം ഒരു 2 വാക്കിൽ മനസ്സിക്കുറിക്ക്. ആ സമയം ഇജാബത്തിന്റെ സമയം. പക്ഷെ നമുക്കെല്ലാം അറിയാം, പക്ഷെ നമ്മൾ ചെയ്യൂല. ഇവിടെയാണ് നമ്മൾ നഷ്ടപ്പെടുന്നവരാകുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ ബാക്കി തരട്ടെ. ഇവിടെയാണ് എന്റെ ഇനി ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. കഴിഞ്ഞുപോയ റമദാനിൽ എത്രയോ റമദാൻ നമ്മൾ കണ്ട 10, 20, 30, 40, 50 റമദാൻ കണ്ടവര് പ്രായം കൊണ്ട് എന്റെ മുന്നിൽ ഞാൻ കാണുക. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, കഴിഞ്ഞുപോയ റമദാനിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് അല്ലാഹു തമ്പുരാന്റെ മുന്നിൽ അനുകൂലമായി സാക്ഷി പറയുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കഴിഞ്ഞുപോയ റമദാനിൽ 2019 ലോക്ക്ഡൌൺ ആയി അള്ളാഹു എല്ലാം മാറ്റിവെച്ച ഭീമാപ്പള്ളിയില് ജുമയ്ക്കും വരണ്ട, വാപ്പ മരിച്ച അടക്കാൻ വേണ്ടി കവറിലും പോണ്ട, പഞ്ചായത്ത് അടക്കിക്കോളും അല്ലെ, ജോലിക്കും പോണ്ട, കൂലിക്കും വേണ്ട, എല്ലാം അള്ളാഹു ഒതുക്കി തന്നൊരു റമദാൻ നമുക്കുണ്ടായിരുന്നു. 2 റമദാൻ. ആ റമദാനിലെങ്കിലും ഒന്ന് പണിയെടുത്തിട്ട്, ആ റമദാൻ ഞാൻ അറിഞ്ഞ് പണിയെടുത്തിട്ടുണ്ട്, എനിക്ക് അനുകൂലമാണെന്ന് ഉറപ്പ് പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞുപോയ റമദാനിൽ ഏതെങ്കിലും ഒന്ന് അല്ലാഹ് നിന്റെ ഓരത്തിനെനിക്ക് അനുകൂലമായി സാക്ഷി പറയുന്നതാണ് എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ ഈ റമദാൻ നമ്മുടെ ജീവിതത്തിന്റെ ആദ്യത്തെ റമദാനായി ഇന്ന് തീരുമാനിക്കണം. അള്ളാഹു അതിന്റെ ഭാഗ്യം തരട്ടെ. ഞാൻ പറഞ്ഞ ആദ്യമേ ഒരു വാക്ക്, അറിവിന്റെ ലോകമല്ല,
തിരിച്ചറിവിന്റെ ലോകത്തിലാണ് നമ്മൾ എത്തേണ്ടത്. അല്ലാഹു അതിന് ഭാഗ്യം തരട്ടെ. അപ്പോ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ആദ്യത്തെ റമദാനാണ്. കാരണം കഴിഞ്ഞു പോയതൊന്നും എന്റെ കയ്യിലില്ല, അള്ളാഹു അനുകൂലാക്കി തരട്ടെ. നമ്മൾ ആവലാതിയ ഉറപ്പില്ല, അള്ളാഹു തന്നാൽ രക്ഷപ്പെട്ടു. ഉറപ്പില്ലാത്ത കാലത്തോളം ഇതെന്റെ ജീവിതത്തിന്റെ ആദ്യത്തെ റമദാനാണ്. ഇപ്പൊ നിൽക്കണം, അതും കഴിയാറായിട്ടുണ്ട്. ഇനി ഞാൻ ചോദിക്കാൻ, അടുത്ത ഷാദുൽ റാത്തീബ് റമദാനിൽ ഇതുപോലെ മടക്കൂടെ? ഇൻഷാ അല്ലാഹ് അള്ളാഹു ഗംഭീരമായി നടത്തട്ടെ. സഹായിക്കുന്നവർ, അതിനു വേണ്ടി ഓടി മടക്കുന്നവർക്ക് അള്ളാഹു എല്ലാവിധ തൗഫീഖും ആഫിയത്തും അതിനുള്ള സൗകര്യങ്ങളൊക്കെ പടച്ച തമ്പുരാൻ ഒരുക്കി കൊടുക്കട്ടെ. അങ്ങനെ വന്നാൽ ആ ഷാദുൽ റാത്തീബിന് ഉറപ്പായിട്ട് നോമ്പ് തുറന്നിട്ട് ഞാൻ വരുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തിന്റെ റമദാനിൽ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റണ ആരെങ്കിലും എന്റെ മുന്നിലുണ്ടോ ഭീമാപ്പള്ളിയില്? ഇല്ലെങ്കിൽ ഇതെന്റെ ജീവിതത്തിന്റെ അവസാന റമദാനാണെന്ന് ഇന്ന് തീരുമാനിക്കണം. തിരിച്ചറിവുണ്ടാകണം. അടുത്തൊരു റമദാനെങ്ങാനും അള്ളാഹു എനിക്ക് തന്നില്ലെങ്കിൽ ഇതെന്റെ ജീവിതത്തിന്റെ അവസാന റമദാനായി പോയാൽ ഇതുപോലെ ഇനി പണിയെടുത്തിട്ട് പടച്ച തമ്പുരാന്റെ ആ മഗ്ഫിറത്തും റഹ്മത്തും ഇഅ്തുക്കും നേടാൻ എനിക്ക് കഴിയൂലല്ലോ റബ്ബേ എന്ന തിരിച്ചറിവ് ഈ രാത്രി ഉണ്ടാകണം. ഇനിയുള്ള ദിവസം അതിനു വേണ്ടി പണിയെടുക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അതിനുവേണ്ടി പണിയെടുക്കുമ്പോഴാണ് നിസ്സാരമായി നമ്മൾക്ക് നാളത്തെ നോമ്പ് മുതൽ ഇൻഷാ അല്ലാഹ് പള്ളിയിലായാലും വീട്ടിലായാലും ഒരാളും ഇൻഷാ അല്ലാഹ് ബാങ്കിന്റെ ആ ദുആയും അതിന്റെ മടക്കലും ഒക്കെ നിർബന്ധ ബുദ്ധിയോട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സുന്നത്താണെങ്കിലും നിർബന്ധ ബുദ്ധി, ഇത്തരം സുന്നത്തുകൾക്കൊക്കെ നിർബന്ധ ബുദ്ധി നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ അതുപോലെ പരിഗണിക്കണം. സ്വഹാബത്തിനെ കുറിച്ചിട്ട് മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? അവര് ഹലാലായ ജായിസായ കാര്യങ്ങളോട് പോലും, ഭക്ഷണം കഴിക്കുന്നതിലടക്കമുള്ള ജായിസായ കാര്യങ്ങളോട് പോലും അവരുടെ സമീപനം കണ്ടാൽ അത് ഹറാമാണോ എന്ന് തോന്നിപ്പോകുമെന്ന മഹാന്മാരെ കുറിച്ച് വെച്ച്. അങ്ങനെ ഹലാലായ ജായിസായ കാര്യങ്ങളിൽ ഭക്ഷണം അധികം കഴിക്കൽ പോലെ ജായിസായ കാര്യങ്ങളോട് പോലും സ്വഹാബത്തിന്റെ സമീപനം കണ്ടാൽ അത് ഹറാമാണോ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് അവരതിനെ സമീപിച്ചത്. അപ്പോ സുന്നത്തിന് നിർബന്ധമാണോ എന്ന് കാണുന്നവർക്ക് തോന്നണം. അത്ര ഇഷ്ടവും അത്ര തഖ്വയും അത്ര പരിഗണനയും നമുക്ക് ഉണ്ടാകുമ്പോഴാണ്. നമ്മളൊക്കെ എന്താ ചെയ്യാൻ, നമസ്കാരമായാലും എന്തായാലും പോണ വഴിക്ക് ഒരു ഉണ്ട്, ആ നോമ്പടിക്കണം, നിസ്കരിക്കണം, സുന്നത്ത് നിസ്കരിക്കണം, ഒളു ചെയ്യണം, ഒക്കെ എല്ലാം ഒരു പോണ പോക്കിൽ ഉണ്ടാ ഒരു റുട്ടീൻ ഇങ്ങനെ മടന്നു പോകുന്നു എന്നല്ലാതെ അല്ലാഹുവേ നിനക്ക് വേണ്ടി എന്ന നീയത്ത് നന്നാക്കുമ്പോഴാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ. അതില്ലാതെ ഒന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അവിടെയാണ് മഹാനായ ഇമാമുന ശാദുലി റളിയല്ലാഹു തആല അൻഹു തങ്ങള് ആഫ്രിക്കയിൽ ജനിച്ചു വീഴുന്ന മഹാനുഭാവനാണ്. അവസാനം മഹാനുഭാവനാണ് ഒരു ശിഷ്യ ഒരു ഉസ്താദിന്റെ അടുത്ത് ചെല്ലുമ്പോ അവിടെന്ന് പറയാണ്, നീ മടങ്ങിപ്പോകേണ്ടതും അതേ ശാദുലിയിലാണ്. ശാദുല എന്ന് പറയുന്ന നാട്ടിൽ പോയാൽ അവിടെയാണ് നിനക്കുള്ള ഏറ്റവും വലിയ ശൈഖുള്ളത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുസ്സലാം ഇബ്നു മശീഷ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെന്ന സ്വലാത്തിന്റെ അത്യത്ഭുതകരമായ ഒരു ശൈഖുണ്ട് അവിടെ. ശാദുലി ഇമാമ തങ്ങളോട് പറയാണ്, ആ ശാദുലി ഇമാമ തങ്ങൾ അവിടോട്ട് പോകുമ്പോഴാ അവിടത്തെ ഹൃദയത്തിലുള്ള തിരിച്ചറിവ് കൊണ്ട് മനസ്സിലാക്കുന്നത് അവിടെന്ന് പറയാ, ഞാനതാ മഹാനുഭാവനെ അന്വേഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോ ആ മഹാനുഭാവന്റെ ഓരത്തെത്തുമ്പോ ആ ഗുഹാമുഖത്തിന്റെ പുറത്തിറങ്ങിയിട്ട് അവിടെയുള്ളതായ ആ കുളത്തിൽ ഞാൻ കുളിച്ചു, ഉളൂ ചെയ്തു. എന്നിട്ട് ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കി, ശരീരം മാത്രമല്ല എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി. എന്നിട്ട് അവിടെ നിന്ന് പറയാ, ഞാൻ പഠിച്ച ഇൽമുകള്, ഞാൻ ചെയ്തു പോയ അമലുകളെല്ലാം ഞാൻ മാറ്റിവെക്കുകയാണ്. ഞാൻ പഠിച്ച അമലുകൾ, ഞാൻ ചെയ്ത അമലുകൾ, ഞാൻ പഠിച്ച വലിയ ബഹറ് കണക്കേ ഉള്ള ആ ഇൽമുകളെല്ലാം മാറ്റിവെച്ചിട്ട് ഒന്നുമില്ലാത്തൊരു കുട്ടിയായിട്ടാണ് മഹാനായ അബ്ദുസ്സലാം ഇബ്നു മശീഷ് തങ്ങൾ അടുത്തോട്ട് ഞാൻ കടന്നു പോണേ. ഇതാണ് നമ്മുടെ തിരിച്ചറിവ്. നമ്മളൊന്നുമല്ല എന്ന ബോധത്തിൽ, അല്ലാഹുവേ എന്റെ അടിമയാണെന്നുള്ള ബോധത്തിൽ നിസ്കരിച്ചാൽ അങ്ങനെയല്ലേ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ,
5 നേരം നമസ്കരിക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും ഒരാളോട് അസൂയ വെക്കാൻ പറ്റൂല. മറ്റുള്ളവ ഇന്നോവ കാറെടുത്ത് അവിടെ നിന്ന് വരാവൂല. ഒരാളെ വളർച്ചയിൽ നമുക്ക് അസൂയ തോന്നൂല. ഒരാളെയും നമ്മൾ ചതിക്കാൻ പറ്റൂല. ഒരാൾക്കും ഭാര വെക്കാൻ പറ്റൂല. 10 മിനിറ്റ് അളിയാ കടയിൽ അളിയാ നമസ്കരിക്കാൻ പോയിട്ട് ഒരാൾ തിരിച്ചു വരുമ്പോൾ 500 കാണൂല അല്ലേ? ഈ അടുത്ത് ഒരു ഗൾഫുകാരനായ സഹോദരൻ ഒരു അനുഭവം പറഞ്ഞതാ. ഒരു മനുഷ്യൻ, എല്ലാവരും അങ്ങനെയാണല്ലോ, ദീനെല്ലാം ഇങ്ങനെ വിൽക്കപ്പെടുവാണ്. സ്വന്തം മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ദീനി വിൽക്കുന്നൊരു കോലമാണ് എന്നതുപോലെ ആ മനുഷ്യൻ ഗൾഫിൽ നല്ലൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഒരു ഉദാഹരണം പറയാം. ആ സൂപ്പർ മാർക്കറ്റിൽ അദ്ദേഹം നാട്ടിലോട്ട് വരുമ്പോ സ്വന്തം അളിയനെ പിടിച്ചു നിർത്തിയിട്ട് വരിക. എല്ലാ ദിവസവും കളക്ഷൻ എടുത്തിട്ട് അർബാബിന് കൊടുക്കണം. നാട്ടിലോട്ട് വന്നപ്പോ ഇയാള് എന്നും ഒരു വാക്ക് ഈ അറബിയോട് പറയും. കട പൂട്ടി പോകുമ്പോ, പൈസയും കൊടുത്തു പോകുമ്പോ പറയും. അപ്പൊ അറബി വിചാരിച്ചു, മലയാളത്തിലെ പറയണേ, അറബി വിചാരിച്ചു, പടച്ചോനെ ഇത് നല്ല നന്ദിയുള്ള മനുഷ്യനാണല്ലോ, നല്ല സ്വാലിഹായ മനുഷ്യനാണല്ലോ. കാരണം ഇത്രയും നാള് അവന്റെ ആളിയൻ മറ്റേ ഒറിജിനൽ കടക്കാരൻ കടമടത്തിയിട്ട് ഈ ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ. പോകുമ്പോഴത്തേക്ക് അസ്സലാമു അലൈക്കും പറഞ്ഞ പോലെ താങ്ക്സ്, നന്ദി, അള്ളാഹു ബറക്കത്ത്. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോ വലിയ സന്തോഷമാണല്ലോ കേൾക്കുന്നവർക്ക്. അപ്പൊ ഇയാള്, അപ്പോ ഈ മനുഷ്യൻ തിരിച്ചു നാട്ടി വരുവാണ്. തിരിച്ചു നാട്ടി വന്നപ്പോ അയാൾ ഒരു ദിവസം കട പൂട്ടി പോകുമ്പോ ഒന്നും പറഞ്ഞില്ല. അറബി കൈകേറി പിടിച്ച, അല്ല നീ എന്താടോ നന്ദി വാക്ക് പറയാതെ പോണേ? ഞാനിപ്പോ നന്ദി വാക്ക് പറയാൻ, അല്ല നീ പറയാതെന്താ? ഞാൻ എന്താ പറയണ്ടേ? അള്ളാഹു എനിക്ക് ബറക്കത്ത് ചെയ്യട്ടെ. അതല്ലല്ലോ. അപ്പോഴാണ് അറബി പറയണത്, ഇയാൾ എല്ലാ ദിവസവും പോകുമ്പോഴത്തേക്ക് പറഞ്ഞ് ഹലാലാക്കേണ്ട ഒരു കോലമാണ്. പിന്നെ 50 രൂപ എടുത്തേ, 50 റിയാൽ എടുത്തെന്ന് പറയണം, 50 രൂപ എടുത്തേ. ഇയാളുടെ മനസ്സിൽ ഞാൻ അനുവാദം ചോദിച്ചിട്ടാണല്ലോ എടുക്കണേ. മസാലയെ കമത്തി കുത്തുവാണ്. ഞാൻ 50 രൂപ എടുത്തേ. കുറെ കാലം കഴിഞ്ഞു ഞാൻ 50 രൂപ എന്തെന്നാ പാവപ്പെട്ടെന്ന് അറിഞ്ഞൂടാ. റിയാൽ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അയാൾ മണത്തന്നെ. കുറച്ചു കാലം ഇങ്ങനെ കഴിയുമ്പോ അയാൾ പറയാം 100 കൊടുത്ത്, 100 കൊടുത്ത്, 100 കൊടുത്ത്, ഇങ്ങനെ പറഞ്ഞു പോകാൻ തുടങ്ങി. അവസാനം അയാൾക്ക് മനസ്സിലായി. ചോദിച്ചു, മറ്റേട്ട് ചോദിച്ചതാ, ഈ 50 രൂപ എടുത്ത് 100 രൂപ എടുത്ത് എന്താ വലിയ ദ്വായാണോ അത് നിങ്ങളുടെ നാട്ടിലെ ഭാഷയിൽ? അപ്പൊ അയാൾക്ക് മനസ്സിലായി, അളിയൻ തിരിച്ചു കുത്താൻ പറ്റുമോ? അളിയനായി പോയില്ലേ, വീട്ടിൽ പോയാൽ പെങ്ങള് വീട്ടിയിരിക്കൂലേ? നമ്മളെയൊക്കെ സ്വഭാവം അല്ലേ? അപ്പോ ഇയാൾ അന്ന് വിളിച്ചിട്ട് അളിയന്റെ പറഞ്ഞ് ചെയ്ത സേവനങ്ങൾക്കൊക്കെ നന്ദി, അളിയെ വീട്ടിൽ കയറി പോക്കോ, പെങ്ങളവിടെ കാത്തിരിക്കുക എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ മനസ്സിലുള്ള വക്രതയാണ്. എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ നമ്മളെ മനസ്സിൽ പടച്ചോനെ, നമ്മൾ അള്ളാന്റെ ആളാ. ചില ആൾക്കാർ കള്ള സത്യം ഇട്ട് വസ്തു അള്ളാനെ പടച്ചോനാണെന്ന് വസ്തു കച്ചവടത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ ഉറപ്പായിട്ട് അവന്റെ ഇത് വസ്തു വാങ്ങരുത്, 100% കള്ളുവാ. അല്ലെങ്കിൽ പിന്നെ കച്ചവടത്തിൽ സാധനം വാങ്ങാൻ എന്തിനാ പടച്ചോനെ കൂടെ സത്യം ചെയ്യണം? സത്യം ചെയ്യോ, കള്ളനാണ്, മുനാഫിക്കാണെന്ന് അപ്പൊ വിശ്വസിച്ചോളൂ. കാരണം അതിന്റെ ആവശ്യമില്ല. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അത്ര അള്ളാഹോട് ഇഷ്ടമാണെങ്കിൽ ബിസ്മി പറഞ്ഞതാ പോരെ അവന്. കൂടെ ഒരു സ്വലാത്തോട് ചെല്ലിക്കോ അല്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, പടച്ചോൻ ഭാഗ്യം തരട്ടെ. മനസ്സിലാക്കി ഇതുപോലെ അനുഭൂതങ്ങള് അവിടെന്ന് പറയാൻ എന്റെ ഇൽമുകളെല്ലാം ഞാൻ മാറ്റിവെക്കയാണ്, ചെയ്ത അമലുകളെല്ലാം ഞാൻ മാറ്റിവെച്ചിട്ട് ഒരു സുന്ദരനാണ് അതേ സ്ഫുടമായ കഥകത്തോട് മഹാനായ അബ്ദുസ്സലാമിബ്നു മശീശ് റളിയല്ലാഹു തആല അത്ഭുതങ്ങളെ ഓരത്തോട്ട് കടന്നു വരുമ്പോഴാ അത്ഭുതമാണ് കറാമത്തുള്ള ഹൃദയത്തിൽ ചിന്തിച്ചതുപോലും അറിയാൻ ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാമാലാ യറാഹുൻ നാളിറൂന. കണ്ണിൽ കാണാത്തതു കൽബകത്തുള്ളതു കൺകൊണ്ടു കണ്ടാവോൽ കാട്ടിപ്പറഞ്ഞു. അബ്ദുസ്സലാമിബ്നു മശീശ് തങ്ങളെ പറയാ, ഓ മഹാനായ അബ്ദുല്ലാഹിബ്നു ഹസൻ ഇബ്നു അലി ഇബ്നു അബ്ദുല്ലാഹിബ്നു ജബ്ബാർ ശാദുലി തങ്ങളെ വാപ്പാന്റെ പേരിങ്ങനെ എടുത്തെടുത്ത് വിളിച്ചിട്ട് മഹാനാണ് ഹസൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വരെയുള്ള പരമ്പരകള് ഒന്നുപോലും വിടാതെ എടുത്തു തിരിച്ചിട്ട് പേര് വിളിക്കയാ. എന്നിട്ട് സലാം പറഞ്ഞിട്ട് മഹാനുഭാവനാണ് അബ്ദുസ്സലാം തങ്ങൾ പറയാട്, നീ നിന്റെ ഇൽമും നീ നിന്റെ അമലും എല്ലാം പഠിക്കപ്പുറത്ത് മാറ്റി വെച്ചിട്ടാണ് നീ എന്റെ അടുത്തോട്ട് വരുന്നത്.
അപ്പൊ ഈ പരിശുദ്ധ റമദാനിൽ കടക്കുമ്പോഴും ഇനിയുള്ള ദിവസവും നമ്മൾ പോകേണ്ട ചാതുരി ഇമാമത്ത് തങ്ങൾ രാത്രിയില്ല പോരാ. അതുപോലെ നമ്മുടെ ഹൃദയത്തിന് സ്ഫുടം ചെയ്യണം. ഈ റമദാൻ കൊണ്ട് വിജയിക്കാൻ നമ്മുടെ ഇന്ന് വരെയുള്ള കറകൾ നമുക്ക് മാറ്റിവെക്കാൻ കഴിയണം. ഈ കടപ്പുറത്തേക്ക് വലിച്ചെറിയണം. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഈമാൻ പള്ളിക്കാരാ, അതിബുദ്ധിയുള്ളവരാ, എനിക്കറിയാമല്ലോ കുറെയൊക്കെ ഇല്ലേ. ചിലതൊക്കെ എത്തി വക്രതയും കൂടുതല. അവർ വേണമെങ്കിൽ എൻ്റെ പറയും നിങ്ങളെ കടലിൽ വലിച്ചെറിയ ഇങ്ങനെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് നമ്മൾ നന്നാപത്തെന്ന് പറയും. അങ്ങനത്തെ മനുഷ്യന്മാരോട് ഉള്ളു. അങ്ങനെ അപ്പൊ ഉള്ളിലോട്ട് പോയി കളയേണ്ടി വരും ഇല്ലേ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം. ഇതുപോലെ നമ്മൾ നന്നായാലുള്ള ഗുണം എന്താ? അങ്ങനെ നന്നായുള്ള ഗുണം എന്താ? അവസാനം മഹാനായ ശാദുലി ഇമാമ് തങ്ങളെ തന്റെ നാട്ടിലോട്ട് മടക്കി അയക്കുകയാണ് മഹാനായ അബ്ദുസ്സലാം ബിൻ മശീസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. ആ മടക്ക യാത്രയിലാണ് പാതിവടിയാകുമ്പോ ഒരു സ്വപ്നത്തിലൂടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വന്നുകൊണ്ട് യാ ബുനയ്യാ, പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ശാദുലി ഇമാമ് തങ്ങളോട് അലിയേ എന്ന് വിളിച്ചുകൊണ്ട് സംബോധന ചെയ്തുകൊണ്ട് പറയാ, പൊന്നുമോനെ നീ മടങ്ങേണ്ടത് ശാദുലയിലേക്കാണ്, മടങ്ങേണ്ടത് ശാദുലയിലേക്കാണ്. വീണ്ടും അങ്ങോട്ട് ഒട്ടിച്ചു വിടാണ്. സുബ്ഹാനല്ലാഹ്. അവിടെയും അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തൊരൊറ്റ ഉപദേശമാണ്, നീ പോകുന്ന നാട് ശാദുലി ഇമാമ് പറയാ, ഉപ്പാപ്പാ തങ്ങളെ, ആ നാട് വല്ലാതെ ഉഷ്ണതീരമല്ലേ, ചൂടുള്ള കാലമല്ലേ, എനിക്ക് സഹിക്കൂല. വെള്ളം പോലും മഴ പോലും അതേ വല്ലാതെ ദൗർലഭ്യമായ സ്ഥലമാണ്. അല്ലാഹുവിന്റെ റസൂലതാ അനുവാദം കൊടുത്ത് കറാമത്തായി അനുമതി കൊടുക്കാട് ഇജാസത്തായി കൊടുത്ത് പറഞ്ഞു വിടാ, ശാദുലി നിന്റെ മുന്നിൽ എല്ലാ ദിവസവും ഒരൽപ്പം മഴ പെയ്യും മോനെ. ആ ചൂടകറ്റാൻ എല്ലാ ദിവസവും നിന്റെ മുന്നിൽ മഴ പെയ്യും എന്ന് പറഞ്ഞാൽ ഹൃദയം മുഴുവനും കഴുകി ശുദ്ധിയാക്കി അള്ളാഹുവിന്റെ റമദാനിൽ നമ്മൾ കടക്കണം. അതുപോലെ ആ ഒരു ത്വരീഖത്തിന്റെ മാർഗത്തിലേക്ക് മഹാനുഭാവനായ ശാദുലി ഇമാമ് കയറിയപ്പോ ആ ഹൃദയത്തിലേക്ക് മുത്തായ മുത്തിന്റെ പണയം ഇങ്ങനെ കയറാൻ തുടങ്ങുവാണ്. ഇവിടെയാണ് അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധിയാക്കേണ്ട ആവശ്യം. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ ശാദുലി ഇമാമ് തങ്ങൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോവാ. കുറച്ചു കാലം കഴിയുമ്പോ അവിടെ നിന്ന് യാത്ര പറയാൻ നേരത്ത് തന്റെ ഉസ്താദിന്റെ അടുത്തോട്ട് ഇങ്ങനെ കടന്നു വരുമ്പോ മഹാനായ അബ്ദുസ്സലാമിന് മശീസ് തങ്ങളെ മട്ടിയിൽ ഒരു ചെറിയ കൊച്ചു കുഞ്ഞിരിപ്പൊണ്ടൊരു കൈക്കുഞ്ഞ്. ഏതാന്ന് മനസ്സിലായില്ല തങ്ങൾക്ക്. അടുത്ത് ചെല്ലുമ്പോ ആ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നല് തോന്നി, എന്തായാലും ഇസ്മുൽ ആളം നമുക്കൊന്ന് ഞാനും ചോദിച്ചു നോക്കാം ഉസ്താദിനോട്. ഇസ്മുൽ ആളം കിട്ടിയാലേ എല്ലാ ദുആയും സ്വീകരിക്കൂല്ലേ അല്ലാഹു. അപ്പൊ പടച്ചോനെ ഇസ്മുൽ ആളം എനിക്കൊന്ന് കിട്ടിയാ കൊള്ളാം, ഉസ്താദിനോടൊന്ന് ചോദിക്കാന്ന് പറഞ്ഞ അടുത്ത് ഇങ്ങനെ എത്തുമ്പോ ഉസ്താദിന്റെ ശേഖിന്റെ മടിയിലിരിക്കുന്ന ആ ചോര കുഞ്ഞ് പാലുകൂടി മാറാത്ത കുഞ്ഞ് ചോദിക്കുകയാണ്, ഓ ഇമാമുന ശാദുലി, നിങ്ങൾ ആരോടാണ് ഇസ്മുൽ ആളം ചോദിക്കുന്നത്? ആ ഇസ്മുൽ ആളം നിങ്ങളുടെ ഹൃദയത്തിലല്ല നിറയ്ക്കുമല്ലോ, അതിന് മാത്രം പദവി നിങ്ങൾക്ക് എത്തിയല്ലോ, നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത്? അപ്പോൾ ഉസ്താദ് ചിരിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ കിട്ടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലോട്ട് ആ ഒരു ഇഷ്ടവും അള്ളാഹുവിന്റെ റസൂലിന്റെ ഇഷ്കും കൊണ്ട് അള്ളാഹു വലിയ ദറജയും കറാമത്തും ആ മനുഷ്യന് അപ്പൊ കൊടുത്തു മഹാനായ ഇമാമുന ശാദുലി തങ്ങൾക്ക്. പക്ഷെ അപ്പോഴും തങ്ങളത് അറിയില്ല എന്ന് പറഞ്ഞാൽ തങ്ങളെപ്പോഴും ആ താഴ്മയുടെ ലോകത്താണ്. നമുക്കൊരൽപ്പ സമ്പത്ത് വരുമ്പോ ഒരൽപ്പം സ്ഥാനം വരുമ്പോ എന്തെല്ലാം അഹങ്കാരങ്ങളോ എന്താ പ്രതീക്ഷകളോ കാണിക്കണം. ആരെ തൃപ്തിപ്പെടുത്താനാ? അള്ളാനെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പൊന്നു മോനെ ഒന്നിലും കാര്യമില്ല. ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, ഒരാളെ സ്നേഹിച്ചാൽ, ഒരാളോട് സഹകരിച്ചാൽ, ഒരാളോട് ഇടപാട് നടത്തിയാൽ നമുക്ക് നമ്മുടേതായ ഒരു ഈമാനികമായ ഒരു പരിവേഷം നമുക്കുണ്ടാവും. നമ്മൾ സത്യസന്ധത നമ്മുടെ മുത്തായ മുത്തിന്റെ സ്വഭാവം അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. ഇതുണ്ടെങ്കിലും ഈമാപ്പള്ളി സ്വർഗുവാ. ഈ കടലിൽ നമ്മൾ അന്നം മുടക്കൂല. എത്രയോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളാ വട്ടമായി എന്നെ ദുആക്ക് വിളിച്ച് അപ്പോഴൊക്കെ തിരക്കായിരുന്നു. അല്ലാഹുവേ, ഈ കടലിന്റെ സമ്പത്തുകളല്ല പടച്ചതമ്പുരാനേ
ഈ സുന്ദരമാണ് ഭീമാവും മച്ചാരോരത്ത് കടലിനോട് മല്ലിടുന്ന നമ്മുടെ പ്രിയപ്പെട്ട തൊഴിലാളികൾക്ക് അല്ലാഹുവേ മടിയിലേക്ക് തൊഴിലാളികളിലേക്ക് പടച്ചവനെ അവിടെ വലയുടെ ഉള്ളിലോട്ട് ഈ കടലിന്റെ സമ്പത്തുകൾ ചൊരിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ നിന്റെ ഖജനാവ് ആർക്ക് കൊടുത്താലും എന്ത് കൊടുത്താലും ഒരംശം പോലും കുറയാത്ത കടലിന്റെ സമ്പത്ത് ഉമ്മാര ഓരത്തുള്ള പൊന്നുമക്കൾക്ക് ചൊരിച്ചു കുടിക്കണേ അല്ലാഹ് ബറക്കത്തി റസൂലില്ലാഹ് ഉറക്കെ സല്ലല്ലാഹു അല്ലേ കളോയ ചോറുന്നല്ല സാൽസയൊക്കെ ഉണ്ട് കഴിക്കാൻ അത്താടെ എന്താ അല്ലേ അത്താടെ അള്ളാഹു ഉറക്കത്തി നിർത്ത സമയം പറഞ്ഞോ ഉറക്കം പറഞ്ഞ നിർത്തണായ ഉറക്കം പറഞ്ഞത് അള്ളാഹു ഉറക്കത്തിയാട്ടെ അള്ളാഹു ഉറക്കത്തിയാട്ടെ. അപ്പൊ പരിശുദ്ധ റമദാൻ നമുക്ക് വേണ്ടി തിരിച്ചറിവാ. അങ്ങനെ ആ മുത്തുനബിയെ തെളിഞ്ഞ ഹൃദയത്തോടെ ഉള്ള ഇൽമു പോലും ഒന്നറിയാതെ ചില പഴയകാല മഹാന്മാര് പറഞ്ഞതിന് ഏറ്റവും വലിയ അറിവ് ഏതാ? എനിക്കൊരു വിഷയത്തിൽ അറിവില്ല എന്നൊരു അറിവ്, അത് ഏറ്റവും വലിയ അറിവാ. ഞാൻ അറിവില്ലാത്തവനാ, അത് തിരിച്ചറിവാ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. എല്ലാം എന്റെ തലയിൽ ഞാനാ സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. മണൽത്തരിക്ക് പറയാൻ എന്നെക്കാളും വലിയ ശ്രദ്ധകൾ ഉണ്ടാവും. ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. നമ്മൾ വിചാരിക്കും തലേ കിടക്കണ മണ്ണാണ് നമ്മളെക്കാളും മോശവും. പക്ഷെ അല്ല, ആ മണ്ണ് ചിരിക്കും. ഭീമാപള്ളിയിലെ കബർസ്ഥാനിലുള്ള മണ്ണ് ഓരോ ദിവസവും നമ്മൾ ഓർത്തിട്ട് പൊട്ടിക്കറിയുമടാ ഭൂമിയിലൂടെ. അഹങ്കാരം നടിച്ച് ഭൂമിയിലൂടെ നടക്കണ്ട. നാളെ എന്റെ ഉള്ളറയിലാ നീ വരണേ എന്ന് പറഞ്ഞാൽ നിന്റെ പുറത്തിട്ടാ ചവിട്ടണേ എന്നെ. ഇന്ന് നീ എന്നെ ചവിട്ടുമ്പോ നാളെ എന്നെ നിന്റെ പുറത്തിട്ട് ചവിട്ടൂടാന്ന് മണ്ണ് നമ്മളോട് അഹങ്കരിച്ച് കിടക്കുമ്പോ പറയും. ഈ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ നന്നാവും. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. പരിശുദ്ധമായ റമദാനിൽ നമുക്കൊക്കെ വിജയിക്കണം. അങ്ങനെ ആ ഒരു ബോധത്തോട് വിജയിച്ചപ്പോഴാണ് മഹാനായ ഇമാമുന ശാദുലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വലിയ ശൈഖായി. ആ ശൈഖായി മഹാനായ അബുൽ അബ്ബാസുൽ മർസി റളിയല്ലാഹു അൻഹു. അതുപോലെ മഹാന്മാരെല്ലാം ശാദുലി ഇമാമിന്റെ ശിഷ്യന്മാരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം തന്റേതായ പ്രഭാഷണത്തിൽ മഹാനായ ശാദുലി ഇമാം തങ്ങൾ ഇങ്ങനെ പറയാ, നിങ്ങളത് എന്റെ സാമീപ്യത്തിലും അസാന്നിധ്യത്തിലും ഈ ദുനിയാവിൽ നിങ്ങൾ എവിടെയായാലും നിങ്ങളെ ഞാൻ സംരക്ഷിക്കുമെന്ന് മഹാനായ ഇമാമുന ശാദുലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴാണ് അവിടുത്തേതായ പ്രിയ ശിഷ്യനായ മഹാനായ അബൂ അസ്സാഇം മഅദി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാ, എന്റെ ഹൃദയത്തിലൊന്ന് തോന്നിപ്പോയതെന്താ, ഇവിടെയാണെങ്കിൽ തങ്ങൾ രക്ഷിക്കുമല്ലോ, ഞാൻ മറ്റൊരിടത്താണെങ്കിൽ എങ്ങനാ എന്നെ ഒന്ന് രക്ഷിക്കാൻ പറ്റുക? അങ്ങനെ ചിന്തിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി യാത്ര ചെയ്യുകയാണ്. കടപ്പുറത്ത് പോയി ഇതിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാ കുറെ നേരം ഇങ്ങനെ ദുനിയാവിന്റെയും എല്ലാത്തിന്റെയും ചിന്തകള് എന്റെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോഴാ, വല്ലാതെ ടെൻഷൻ എന്റെ മനസ്സിലുള്ളപ്പോഴാ, നിറകണ്ണുകളോടെ ഒരു സമാധാനമില്ലാതെ കടപ്പുറത്ത് ആ തിരമാല എണ്ണി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതാ എന്റെ പുറകിൽ അതാ ഒരാൾ വന്നിങ്ങനെ പിടിക്കുകയാ. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും കൂട്ടുകാരാകാം. അപ്പോഴാണ് നോക്കുമ്പോ അതാ ഒരു സ്ത്രീയാ. ആ സ്ത്രീ മനുഷ്യനെ മാടി വിളിക്കുകയാ. അബൂ അസ്സായും മാലിതങ്ങൾ പറയാട്, ആ പെണ്ണെങ്ങനെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുകയാണ്. ആ പെണ്ണിന്റെ ഇംഗിതത്തിന് വഴങ്ങാതെ മാലിതങ്ങളെ വിടൂലാന്ന് വാശി പിടിക്കുകയാണ്. മാലിതങ്ങൾ പറയാ, ഒരാളും എന്നെ രക്ഷിക്കാനില്ല. ഞാൻ നിലവിളിക്കുമ്പോഴാ എവിടെ നിന്നോ ഒരു കരമെന്റെ പുറത്ത് വന്നിട്ട് എന്റെ കഴുത്തിൽ ഒരു അടിയടിച്ചിട്ട് പിടിച്ചെന്നെ മാറ്റുകയാണ്. മാലിതങ്ങൾ പറയാ, അപ്പോഴാണ് എന്റെ മനസ്സിലൊന്ന് ഓർമ്മ വന്നത്, നീ എവിടെയായാലും സമീപത്തിലായാലും വിദൂരത്തായാലും ഞാൻ ഉണ്ടാകും നിന്റെ സഹായത്തിന്. ഇതാണ് ഒരു ശൈഖിന്റെ കോലം. ശാദുലി ഇമാമിന്റെ പേരിൽ റാത്തീബ് നമ്മളിവിടെ നടത്തുമ്പോ ആ മഹാനുഭാവന്റെ ദിക്റുകൾ നമ്മൾ വീണ്ടും വീണ്ടും അയാത്താക്കുമ്പോ ഈ നാട് ബറക്കത്തുള്ളതാവാട്. ആ മഹാൻ
മഹാനുഭാവന്റെ നഗറ് കിട്ടാൻ സബബാവാണ്. ഈ സദസ്സിലോട്ട് നമ്മൾ നയാ പൈസ കൊടുത്താലും എന്ത് കൊടുത്താലും നാളെ ആഖിറത്തിൽ അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാ. അതിന് മാർഗമായി മാറാണ്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ബറക്കത്ത് റസൂലുള്ളാഹി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പറയാൻ ഒറ്റ കാര്യമുള്ളൂ. പരിശുദ്ധ റമദാന ഇൻഷാ അല്ലാഹ് നാളത്തെ നോമ്പോറ ഉഷാറാക്കണം. എങ്ങനെ ഉഷാറാക്കണം? മട്ടൻ മാറ്റിന് കൊടുക്കണമെന്നല്ല പറയണം. പിന്നെ ബാങ്ക് വിളിക്കുമ്പോൾ നോമ്പ് ഉറക്കുമ്പോൾ ദിക്ർ ചൊല്ലുന്നു. ഭക്തിയോടെ ബാങ്കിന്റെ ആ വിളിക്കൊക്കെ ഉത്തരം ചെയ്ത് അതിനുശേഷം ദുആ ചെയ്ത് ബാങ്കിന്റെ ദുആക്ക് ശേഷം 3 സ്വലാത്ത് അപ്പോഴും സുന്നത്തുണ്ട്. അതിനുശേഷമുള്ള സ്വലാത്ത് മുസ്ലിമിയെ കാണാൻ നമുക്ക് ഉപകരിക്കുന്ന സ്വലാത്ത, ദുനിയാവിന്റെ വിഷമങ്ങൾ മാറാൻ ഉപകരിക്കുന്ന മഹാന്മാര് പറയണ സ്വലാത്ത. അതിനിടയിൽ ആ ദുആയും കഴിഞ്ഞ് 2 വാക്ക് പടച്ചോനെ, നമുക്കറിയാം നമ്മുടെ കുടുംബം വിഷമമൊക്കെ, ആ ഒരു വാക്ക് പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അള്ളാഹ് പറയാണ് ഞാൻ നിനക്ക് ഉത്തരം തരാം. അള്ളാഹ് പറയുമ്പോൾ ആരെ വാക്കൊക്കെ വേണ്ടേ? ആ ഒരു സുന്നത്ത്. ഇന്ന് വീട്ടിലോട്ട് കടന്നു പോകുമ്പോ ഭാര്യമാരോട് നല്ല വാക്ക് പറയേണ്ടത്. നിങ്ങളൊന്നും കുറ്റപ്പെടുത്തണ്ട. എന്നും നമുക്ക് ആദ്യം കെട്ടി 6 മാസം എന്തൊരു സുഖ അല്ലേ? പഠിച്ചോനെ കണ്ണേ പൊന്നെ കപ്പഴണ്ടിത്തോടെ വിരളെന്നൊക്കെ വിളിച്ച് അവളെ എന്തിനു മയക്കല. ഓരെങ്കിൽ ഭീമാപ്പള്ളിയിലെ ഓരത്തുള്ള പള്ളിയുടെ മുമ്പ് കൊണ്ടൊക്കെ ആ മതിലൊക്കെ കയറ്റിയിരുത്തി മുനാരിന്റെ മുകളിലെ കയറ്റിയിരുത്തി വായിലൊക്കെ കുത്തി കയറ്റി കൊടുക്കും ഐസ്ക്രീമൊക്കെ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട്. എന്തൊരു സ്നേഹമാ. 6 മാസം കഴിയണം പടച്ചോനെ. പിന്നെ അവളെ തിരിഞ്ഞു നോക്കൂല. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴും രാത്രി പോയാൽ ഞാൻ ഒരു ഉരുള ചോറ് ഉരുട്ടി എന്റെ ഭാര്യയുടെ ഉള്ളിൽ കൊടുക്കണം. ആരെങ്കിലും ഉണ്ടാകുന്ന കൈവെക്കാൻ പറഞ്ഞ് ഇത്ര വെക്കൂടെ? പെണ്ണ് കെട്ടാത്ത പറയുമ്പോൾ നീ കൈ വെക്കൂ. കണപ്പാണല്ലോ പണി. അല്ലാഹു കാക്കട്ടെ. അങ്ങനെയാണ്. കാരണം ബസ്സിലും റോട്ടിലും റോഡിന്റെ വക്കത്തും ഒക്കെ ഇപ്പൊ കാക്കന്മാരെ കണ്ടു പഠിക്കണം. കൊച്ചു പിള്ളേരാ. അവര് വായിലിങ്ങനെ ഉരുട്ടി കൊടുക്കുക. കാരണം എന്താ? ഈ ഉമ്മാക്ക് കൊടുക്കാനുള്ളതാണെന്ന് അവർക്ക് അറിഞ്ഞൂടാ. ആർക്കെങ്കിലും പിന്നെ അവര് കൊടുക്കണ്ടേ? നമ്മൾ ചെറുപ്പക്കാരെ അള്ളാഹു നന്നാക്കട്ടെ. അള്ളാഹു നല്ല ബോധം കൊടുക്കട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് പോയിട്ട് കിടക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് കിട്ടുന്ന നല്ല ചോറും കൊണ്ടുപോയി ഉരുട്ടി ഭാര്യയുടെ വായിലോട്ട് അങ്ങ് കൊടുക്കണം. തട്ടി ഉണത്തിട്ടൊക്കെ കൊടുക്കണം. ഈ സ്വപ്നം കണ്ടു കിടക്കണമെങ്കിൽ ചാടി ചവിട്ടണം മൂക്കാൻ മണ്ടൊക്കെ. കാരണം വല്ല കാള കുത്തനായിട്ടായിരിക്കും കട്ടോണ്ട് കിടക്കണം. കാടിയൊക്കെ ചവിട്ടി തരും. പച്ച ജോലി തീരും. നാളെ ഭീമാപ്പള്ളിയിൽ തീരും ചെല്ലും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കേട്ടാ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് പോയിട്ട് ഒരു ഉരുള നിസ്സാര കാര്യമില്ല, വലിയ അമല. നമ്മളെ വീട്ടിലോട്ട് കടന്നു ചെല്ലുമ്പോ നമ്മുടെ ഉപ്പാപ്പമാര് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളെ പൊന്നുമക്കളില്ലേ, കൊച്ചുമക്കള്, കൈ പ്രായമൊക്കെയുള്ള മക്കള്, അവര് വീട്ടിലിങ്ങനെ കാത്തിരിക്കുക. വാപ്പമാരെ കാത്തിക്കൂല, ഉപ്പാപ്പമാരെ കാത്തിരിക്കും. എന്തിനാ? ഉപ്പാപ്പമാരെ കാത്തിരിക്കും. എന്നെ കാത്തെന്റെ മോന്നിക്കൂല. കാരണം എന്നെ അവനെ കാണാൻ കിട്ടിയില്ലേ പറ്റുള്ളൂ. അപ്പൊ എന്നെ കാണണമെങ്കിൽ സ്വപ്നം കാണണം. രാവിലെ ഞാൻ ഇറങ്ങിയതാണ്. വർക്കലോട്ടിലിപ്പോ ചെല്ലുമ്പോ ഉറക്കമായിരിക്കും. അവ ഉണരുമ്പോ ഞാനും കാണൂല. ഇതാ സംഭവം. അപ്പൊ ഉപ്പാപ്പ വരുമ്പോ ഇങ്ങനെ കാത്തിരിക്കും. കാരണം എന്തിനാ കാത്തിക്കണേ? ഉപ്പാപ്പ വെളിയിൽ പോയിട്ട് വരുമ്പോ നല്ല മോദകോ പഴക്കേക്കോ ഒക്കെ കൊണ്ടുവന്ന് 10 കൊല്ലം മുമ്പാണ്. ഇപ്പൊ പോലെ കിണ്ടർ ജോക്കിയാ ഇല്ലേ? അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാ നോക്കിയായിരിക്കും നിൽക്കണേ. അപ്പൊ കൊണ്ടുപോയി ആ മകൻ അത് ഇഷ്ടത്തോടെ ഇങ്ങനെ കൈ നീട്ടി വാങ്ങിയിട്ട് അവ ആ സന്തോഷം ഉണ്ടല്ലോ. ഉപ്പാപ്പയെ കാത്തിരുന്നിട്ട് ചില മക്കളുണ്ട് ഉപ്പാപ്പ വരാതെ കഴിക്കൂല. എന്റെ മോനും അതാ, ഉപ്പാപ്പ വരാതെ കഴിക്കൂല. എന്തെങ്കിലും പ്രശ്നം വന്നാലും പെണ്ണുമ്പിള്ള വീട്ടിൽ കൊണ്ടാക്കാനും പറ്റൂല. കാരണം ഇവൻ പോവൂല. ഉപ്പാപ്പമാർ അത്ര ഇഷ്ടമാ. ഞാൻ തമാശ പറഞ്ഞ അള്ളാഹു ആകട്ടെ, കുടുംബങ്ങളേക്ക് അള്ളാഹു ഭദ്രതയിലാക്കട്ടെ. അപ്പോ ആ മകൻ കഴിക്കുന്ന സന്തോഷത്തിന് 20 ഉംറയുടെ പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അവിടെയാ മാർക്കറ്റ്. എങ്ങനെ ആ മക്കളുടെ ഉള്ളിലോട്ട് ചെല്ലണ സന്തോഷം ആ നിമിഷം അവൻ വായിൽ വെക്കുമ്പോ അപ്പ കൊണ്ടുവന്ന് അത് കഴിക്കണ ആ സന്തോഷത്തിന് 20 ഉംറയുടെ പ്രതിഫലമാണ്. ഇതിന് അജ്ജുന്നൊക്കെ കാണാം. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഭാര്യയോട് നമ്മുടെ കഅബാലയത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോ 120 പ്രതിഫലം. എന്തിനാ? നേരെ കഅബാലയത്തിനോട് ഇങ്ങനെ ചെന്നിട്ട് കഅബാലയത്തിന് ഇങ്ങനെ കാണുമ്പോ ഒരു പ്രതിഫലമുണ്ട്. എത്ര പ്രതിഫല? കഅബാലയത്തിനെ കാണുമ്പോ 40 പ്രതിഫലമുണ്ട്. കഅബാലയത്തെ തവാഫ് ചെയ്യുമ്പോ അവൻ 60 പ്രതിഫലമുണ്ട്. അത് കഴിഞ്ഞ് 2 റക്അത്ത് നമസ്കരിച്ചാൽ 20 പ്രതിഫലമുണ്ട്. അപ്പൊ എത്രയായി? 124 അല്ലേ? പള്ളി സ്കൂളൊന്നുമില്ലേ? ഇല്ല മനുഷ്യരെ. 60, 40, 20, 130 അല്ലേ? ഒറ്റ മിണ്ടൽ നോക്കിയാണ് 120.
അപ്പൊ ആളെയും സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. കസേര താന്ന് നോക്കൂല്ലോ കേട്ടോ നമ്മളല്ലേ. അപ്പൊ അള്ളാഹു മനസ്സിലാക്കാം. 120 അല്ലേ? പരിശുദ്ധ കഅബാലയത്തിൽ നമ്മൾ ചെന്നാൽ ഒന്ന് കണ്ടിട്ട് ഒന്ന് തവാഫെടുത്തിട്ട് നമസ്കരിച്ച 120 പ്രതിഫലം. ഈ പ്രതിഫലം നിന്റെ വീട്ടിലുണ്ട്. കുടുംബത്തെ അള്ളാഹു മാനിക്കുന്ന അവിടെയാ. നിന്റെ വീട്ടിലുണ്ട് 120. ഇങ്ങനെ ഒരാൾ ഭർത്താവ് ഇങ്ങനെ പുറത്തു പോയിട്ട് ഇങ്ങനെ കടന്നു വരുമ്പോ ഭാര്യ ഇങ്ങനെ സലാം പറയുമ്പോ അവളോട് പുഞ്ചിരിയോടെ അവളെ കൈ പിടിച്ചാൽ അവനുണ്ട് 40 പ്രതിഫലം. അവളോട് ശൃംഗരിക്കുന്ന വർത്തമാനം പറഞ്ഞാൽ അതിനുണ്ട് 20 പ്രതിഫലം. അന്ന് രാത്രി സന്തോഷത്തോടെ അവര് വീട് കൂടിയാൽ 60 പ്രതിഫലം എന്ന് പറഞ്ഞാൽ 120 പ്രതിഫലം. ഇത് ഭർത്താക്കന്മാര്. അപ്പൊ കാക്കന്മാര് വിചാരിക്കുന്നു തങ്ങള് സൂപ്പർ എന്നെ പറഞ്ഞു പിടിക്കുന്നത്. കാക്കന്മാർ എനിക്കുണ്ടല്ലോ മുതലും വിചാരി പറഞ്ഞു പിടിക്കുന്നതായിരിക്കും അവരെ മനസ്സിൽ വിചാരിക്കണേ. പക്ഷെ ഇത് അങ്ങനെ നടക്കണമെങ്കിൽ അവര് വിചാരിക്കണം. എങ്ങനെ കാക്കമാര് വരുമ്പോ നല്ല സുന്ദരമായിട്ട് അല്ലേ നമ്മളെ കുമാരനാശം പാടി പോലെ പൂമുഖവാതിൽക്കൽ സ്നേഹം വിതറുന്ന പൂന്തിങ്കളാ നിന്റെ ഭാര്യ അങ്ങനെ പറയണം. മറിച്ച് നമ്മൾ ചെല്ലുമ്പോഴോ ബക്കറ്റ് വെള്ളം കോരി വിട്ടിട്ട് ഈ കഷവും ഇല്ലേ, ഇപ്പുറത്തെ കരിയും അതും ഇതെല്ലാം വെച്ചുണ്ടെങ്കിൽ നിൽക്കും. ആ കുറ്റി എടുത്തിട്ട് ഇവ അകത്തോട്ട് കയറും ബോധം കെട്ട് കാടക്കണം. അപ്പൊ പാട്ട് മാറ്റി പാടണം. എന്താ പാടണ്ടേ? പൂമുഖവാതിൽക്കൽ നാറ്റം വിതറുന്ന പൂന്തിങ്കളാണെന്റെ. ഈ മാപ്പള്ളിയിലെ ഉമ്മമാരൊന്നുമല്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നമ്മളും അങ്ങോട്ട് അതുപോലെ അതിനുള്ള അവസരം ഒരു അമല് ചെയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണം. അമല് ചെയ്യണ പോലെ പ്രതിഫലം അള്ളാഹു നമുക്ക് തരട്ടെ. അതുപോലെ രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിർത്തുവാണ്. അയൽവക്കക്കാരോട് അസൂയ ഒരിക്കലും പാടില്ല. ഒന്ന് ഞാൻ അടിവരയിട്ട് പറയാം, ആരോട് അസൂയ കാട്ടിയാലും അസൂയ ഏക്കണോനല്ല നശിക്കുക. നമുക്ക് അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങൾ പടച്ചു തമ്പുരാൻ തടയും. എനിക്ക് അയൽവക്കത്തുള്ളവനോട് അസൂയുണ്ടോ, അള്ളാഹു തമ്പുരാൻ എനിക്ക് തരുന്ന അനുഗ്രഹങ്ങളെ തടഞ്ഞു വെക്കും. ഒരാളിലേക്ക് നമ്മൾ കണ്ണു നീട്ടണ്ട. ഉണ്ടല്ലേ, പഴയകാല മഹാന്മാർ ഒരു കഥ പറയാറുണ്ട്. ഫിറഔനിന്റെ ചരിത്രം വരുമ്പോ ഫിറഔനും ഇബ്ലീസും അളിയനാ. ആ കഥയും കൂടെ പറഞ്ഞ് നിർത്തോട്ടോ. ഫിറൗസും അളിയനും ഫിറൗനും ഇബ്ലീസും പറയും മനുഷ്യന്മാരെ. അളിയനും പെങ്ങളെ കെട്ടി അളിയനല്ല, സ്വഭാവം കൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഈ ഇബ്ലീസ് ഫിറഔനെ കാണാൻ വേണ്ടി വരുവാണ്. എങ്ങനെ പറഞ്ഞേ? വന്ന് ഡോറിലെ കുട്ടി ഇങ്ങനെ കുശലാന്വേഷിച്ച് പറഞ്ഞിരിക്കുമ്പോ ഫിറഔൻ ചോദിച്ചു, അല്ല അളിയാ, ഈ ദുനിയാവിൽ നമ്മളായിരിക്കുമല്ലേ ഏറ്റവും കീടം കേസ്, ഏറ്റവും വൃത്തികെട്ടവന്മാർ നമ്മളുണ്ട്. ഇബ്ലീസിനെ സഹിച്ചില്ല. അതെന്താ അങ്ങനെ? അല്ല, നമ്മളെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്നെല്ലാരും പറയണം. നമ്മളെ പേര് കേൾക്കുമ്പോഴല്ലോ ലഅനത്തുല്ലാഹി അലൈഹി ശപിച്ച് തള്ളണേ. അതെന്ത്? അപ്പോൾ ഇബ്ലീസ് പറയാം, പോടാ നിനക്കെന്തറിയാം, നമ്മളെക്കാളും വൃത്തികെട്ടവന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ, മനുഷ്യരിലുണ്ട്. എന്നിട്ട് ഇബ്ലീസ് പറഞ്ഞൊരു കഥയുണ്ട്. ഇത് എന്നെ കുറിച്ചാണെന്ന് ഓരോരുത്തരും ചിന്തിച്ച് നമ്മൾ നന്നാവും. അള്ളാഹു മനസ്സിലാക്കട്ടെ. ഇബ്ലീസ് ഫിറഔനിനോട് പറയാ, പിന്നെ എനിക്കൊരു മുത്തക്കിയായ അടിമയുണ്ടാവുന്നു. അള്ളാന്റെ മുത്തക്കിയല്ല, ഇബ്ലീസിന്റെ മുത്തക്കി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോ ബിഗറടിക്കാൻ തോന്നിച്ചാൽ അതടിക്കും. അങ്ങോട്ടാകുമ്പോൾ ഒരു ഉസ്താദ് പോകുമ്പോൾ ഉസ്താദിനെ കുറ്റം പറയും. ഇങ്ങനെയൊക്കെ എല്ലാ കുറ്റവും പറയണ ഒരു സ്വഭാവമുള്ള ഒരാള്. ആ ആള് അവൻ എന്നിൽ സംപ്രീതനാകുമ്പോ ഞാൻ ഒരു ദിവസം അവന്റെ മുന്നിൽ അവതരിച്ചു. എന്നിട്ട് ചോദിച്ചു, എടാ എന്റെ പ്രിയപ്പെട്ട ശിഷ്യ, നിനക്ക് എന്താണ് ഒരു ഭാഗ്യം ഞാൻ തരാം. അതിനെന്താ പറഞ്ഞ ഈ ബാലരമയിലേക്ക് വരം അല്ലേ? വരം, ഒരു വരം ഞാൻ തരാം. ചോദിക്കുക, എന്ത് ചോദിച്ചാൽ നിനക്ക് വരം തരാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോഴാണ് ഈ പെണ്ണു പറഞ്ഞു അത്രേ, അല്ല, എന്റെ വീടിന്റെ അയൽവക്കത്തുള്ള സൈനബാത്തര പശുവിനെ ഒന്ന് കൊന്നുതരാൻ പറ്റുമോ? വീടിന്റെ അയൽവക്കത്തുള്ള പശുവിനെ ഒന്ന് കൊന്നുതരാൻ പറ്റുമോ? അപ്പോ ഈ ഇബ്ലീസ് ചിന്തിക്കുവാണ്, കൊല്ലലും റൂഹ് കൊടുക്കലും അള്ളാന്റെ പണി, എന്റെ പണിയില്ല. എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് അവൻ പോടാന്ന് പറഞ്ഞ് പോകും. അതും പറ്റൂല. അപ്പൊ ചോദിച്ചു, അല്ല നിനക്ക് എന്താ പ്രശ്നം? അതല്ലാന്ന്, ആ പശു നല്ല പാലാ, ആ പാല് വിറ്റ് അവർ നല്ല പൈസയും നല്ല വണ്ടിയും വെള്ളവും ഒക്കെ വാങ്ങി വലിയ സൗകര്യത്തിലാ, അതുകൊണ്ട് എന്നെ കൊന്നാ മതി. ഇബ്ലീസ് ആലോചിച്ചപ്പോൾ പറ്റൂല. പകരം ചോദിക്കുകയാണ്,
നീ വിഷമിക്കണ്ട, അതിന്റെ ഇരട്ടിപ്പാലുള്ള 20 പശുക്കളെ ഞാൻ തരാം. അപ്പൊ 40 ഇരട്ടി. ആ പശുവിന്റെ ഇരട്ടിപ്പാലുള്ള 20 പശുക്കളെ ഞാൻ നിനക്ക് തരാം. അപ്പൊ നിനക്ക് ഇരട്ടിയാവാലോ. എന്നിട്ട് ഇബ്ലീസ് പറയാ, ഫിറൗനെ, ഞാൻ അവനോട് പറയുമ്പോ ശരിക്കും പറഞ്ഞാൽ അവന്റെ 10 മടങ്ങല്ല 100 മടങ്ങ് സമ്പന്നനാവാനുള്ള വസ്തു കൊടുക്കാം എന്ന് പറയുമ്പോ കുറെ നേരം ആലോചിച്ചിട്ട് ആ മനുഷ്യനായ താത്ത പറഞ്ഞത്, സംഭവമൊക്കെ കൊള്ളാം, 20 പശുക്കളെ കിട്ടിയാൽ അവളെക്കാളും പശുവൊക്കെ കൊടുത്തല്ല ഉഷാറാകാം. പക്ഷെ എന്നാലും അവളെ വീട്ടിലെ പശു വിൽക്കുകയില്ല. വേണ്ട, എനിക്കൊന്നും വേണ്ട, അവളെ ഒന്നാമത്. മനസ്സിലായില്ല? ഇതാണ് മനുഷ്യരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ. ഇബ്ലീസ് എന്നിട്ട് ഫിറൗനോട് പറയാ, ഒരൊറ്റ പ്രാവശ്യം ആദമിനോട് സുജൂദ് ചെയ്യാൻ പറയപ്പോ അസൂയ കൊണ്ട് നമ്മൾ സുജൂദ് ചെയ്യില്ല. കാരണം ആദമിനെ ആ മണ്ണ് കൊണ്ടും എന്നെ തീയുണ്ടല്ലേ, അതുകൊണ്ട് അഹങ്കാരം കയറി അസൂയ കൊണ്ട് ഞാന് സുജൂദ് ചെയ്യാതെ നന്ദികേട് കാണിക്കുമ്പോ അസൂയ വെക്കുമ്പോ അള്ളാഹു നമ്മളെ ശപിച്ചു തള്ളിയതാ. പക്ഷേ ജീവിക്കുന്ന കാലം അയൽവക്കക്കാരന്റെ സ്വത്തിൽ അസൂയോടെ കഴിയുന്നവൻ എന്നെക്കാളും നിന്നെക്കാളും മഹാകീടുവാ, നാശമാ, നികൃഷ്ടനാ. ഇബ്ലീസ് പറയാണ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ ഒരു സ്വഭാവം നല്ലതല്ല, നമ്മൾ നശിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു 3 സൂറ തുറക്ക ശരിയാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ദുആ ചെയ്യാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മുടെ ഷാദുൽ റാത്തീബ് ഗംഭീരമായി, അൽഹംദുലില്ലാഹ്. അടുത്ത വർഷം ഇതിനേക്കാൾ ഏറെ ഗംഭീരമാക്കണം. കഴിഞ്ഞതിനേക്കാളും ഒരുപാട് ഉമ്മമാരും ഒക്കെ എത്തിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതിനേക്കാളും ഇതിനേക്കാൾ ഏറെ ഗംഭീരമാക്കണം. റാത്തീബ് മാത്രമല്ല, വൈകും കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഉഷാറാക്കിയാൽ നമുക്ക് ഗംഭീരമായി നടത്തണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. അടുത്ത വർഷത്തേക്ക് ഞാൻ കൊടുക്കാം ഒരാട് എന്ന് പറയാൻ ചങ്കൂറ്റത്തോട് ആരാ ആദ്യം പറയാനുള്ളത്? നമുക്കറിയാലോ, ആദ്യം ഒരു സ്വലാത്ത് ഇരിക്കണവരെ കൊണ്ടൊക്കെ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഓരത്തെ പരിശുദ്ധ റമളാനിൽ ചെല്ലണം. നമുക്ക് അള്ളാഹു ഭാഗ്യം തരട്ടെ. അള്ളാഹുന്റെ റസൂല് പറയാ, എന്റെ ഒരു സ്വലാത്ത് ആരെങ്കിലും ചെല്ലിയാൽ ആ സ്വലാത്തോട് അപ്പം അള്ളാഹു ഒരു മലക്കിനെ പടയ്ക്കും. ആ മലക്കിന്റെ ജോലി ഖിയാമത്ത് നാളോടെ അവന് വേണ്ടി സ്വലാത്തിലും ഇസ്തിഗ്ഫാർ തേടുക. അപ്പോ ഈ ഇരിക്കണവരൊക്കെ ഒരൊറ്റ ആടിന് വേണ്ടി ഈ 100 കണക്കിന് ആൾക്ക് സ്വലാത്ത് ഇല്ലാറുള്ള ഷബീർ അലിക്കാൻ ഒരാട് ഉറക്ക ചെല്ലിയാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹ് സ്വീകരിക്കണേ അല്ലാ. ഈ സ്വലാത്തുകൾ മദീനയുടെ മണവാളനേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓരത്തെത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, മുത്തുനബി കാണുന്ന മജ്ലിസ് ആക്കണേ അല്ലാ. മഹാനുഭാവനാണ് ഷാദുൽ ഇമാമിന്റെ ഓരത്തെത്തിക്കണേ അല്ലാ. അവിടെ ഇടപെടുന്ന മജ്ലിസ് ആക്കണേ അല്ലാ. പടച്ച തമ്പുരാനേ, നിന്റെ ആരിഫീങ്ങളെ അനുസ്മരിച്ചു പോയ മജ്ലിസാണ്, നീ സ്വീകരിക്കണേ തമ്പുരാൻ. പരിശുദ്ധമായ റമളാനിന്റെ അമലാ, മഹാന്മാരെ മൗലികൾ നിലനിൽക്കാനുള്ള പരിശ്രമമാ. ആദ്യമായ ആട് പറഞ്ഞ ആ പൊന്നുമോ അല്ലാഹുവേ, എന്തെല്ലാം ഉദ്ദേശങ്ങളാ മനസ്സിലുള്ളത് സഫലീകരിച്ചു കൊടുക്കണമല്ലോ. എല്ലാവിധമാണ് ഖൈറിന്റെ ബറകാത്തിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലോ. എന്തെല്ലാം വിഷമങ്ങളാ, രോഗങ്ങളാ, പ്രതിസന്ധികളാ, പ്രതിബന്ധങ്ങളാ, തടസ്സങ്ങളാ ഈ പരിശുദ്ധമാണ് സദസ്സിലൊന്ന് പ്രതികരിച്ചതിന്റെ പേരില്, ഒരാട് പറഞ്ഞതിന്റെ പേരില്, മഹാനായ ഷാദുൽ ഇമാം നിങ്ങൾ ആദരിച്ചതിന്റെ പേരില്, പരിശുദ്ധമായ റമളാനിന്റെ പറച്ചിലാകിയതിന്റെ പേരില് അത്ഭുതങ്ങളാക്കി പരിഹരിച്ചു കൊടുക്കണമല്ലോ. മരിക്കുമ്പോ ഈമാനോടെ പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്ന കോലത്തില് അന്തസ്സോടെ ആണുങ്ങളെ പോലെ ഭാഗീനഭൂപകൃതങ്ങളെ ഈമാനെ പോലെ ഈമാനോട് മരണപ്പെടാനുള്ള തൗഫീഖും കൊടുക്കണമല്ലോ. ഈ ദുനിയാവിൽ അവർക്ക് കൊടുത്ത വരുമാനത്തില് വലിയ വർധനവ് നൽകണമല്ലോ. അത് ബറക്കത്ത് റസൂലില്ല. അല്ലാഹു സ്വീകരിക്കട്ടെ. അലിയും നവാബും കൂടി ഒരാട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനാണ് പെടുന്നവണേ. അരിയും ആടും ആദ്യം ആട് വരട്ടെ, അല്ലാതെ ഞാൻ 10 കിലോ ഇറച്ചി കൊടുക്കാന്നോ
10 കിലോ ഇറച്ചിയുടെ പൈസ കൊടുക്കാന്നോ 5 കിലോ ഇറച്ചിയുടെ പൈസ കൊടുക്കാന്നോ ഉള്ള അങ്ങനെയും പറയട്ടോ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ 2 സഹോദരങ്ങളല്ല പടച്ചവനെ. അല്ലാഹുവേ അത്ഭുതങ്ങളാണ് നിന്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ കടലിന്റെ തിരമാലകളുടെ ഓരത്ത് ഓരോ കടലിന്റെ ജലത്തുള്ളികളും അല്ലാഹുവേ അതിന് സമാനമായ മാലാഖമാർ പറന്നിറങ്ങുന്ന മജ്ലിസിലല്ലോ ഈ ഇരിക്കുന്നവരെ കൊണ്ട് സ്വലാത്ത് ഇല്ലിപ്പിച്ച 2 സഹോദരങ്ങള് ശാദുലി ഇമാമിന്റെ ഓരത്തെ ബറക്കത്തിനായി ഒരു ദുആക്ക് വേണ്ടിയാണ് ആട് പറഞ്ഞത്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലോ, കബൂലിയത്ത് നൽകണേ അല്ലോ. ഇതിന്റെ പിന്നിൽ എന്തെല്ലാം ആശകളാണ്, അഭിലാഷങ്ങള് സബലീകരിച്ചു കൊടുക്കണേ അല്ല. എല്ലാവിധമാണ് ഖൈറിന്റെ ബറകാത്തിന്റെ കവാടങ്ങളോ തുറന്നു നൽകണേ അല്ല. എപ്പ മരിച്ചാലും മുത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ മതിപരിപോലെ കണ്ടു മരിക്കാ നൽകണേ അല്ലോ. ഈ ബറകത്ത് റസൂലില്ലാഹ്. റഈസ് മുസ്ലിയാർ ഒരാട് സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ ഈ സ്വലാത്തിനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മദീനയുടെ മണവാളനെ മുസ്തഫ, നിങ്ങളുടെ ഹൃദയത്തിന്റെ മാറനെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓരത്തെത്തിക്കണേ അല്ല. പടച്ച തമ്പുരാനെ യാ റഈസ് മുസ്ലിയാർ എന്ന കൂട്ടുകാർ അല്ലാഹുവേ ആ പറച്ചില് കബൂലാക്കണേ അല്ലാ. സാദുലി ഇമാമിന്റെ ഓരത്തുള്ള പറച്ചില, അവിടേതായ ഇടപെടലുള്ള ഇടത്തുള്ള പറച്ചില, ആ മാനുഭാവന്റെ ഇടപെടലുകൊണ്ട് ആ പൊന്നുമോന്റെ ജീവിതത്തിന്റെ വിഷമങ്ങളെന്താ, പ്രതിസന്ധികളെന്താ, പ്രതിബന്ധങ്ങളെന്താ പരിഹരിച്ചു കൊടുക്കണേയല്ല. എല്ലാവിധ ഖൈറ് ബറകാത്തിന്റെ വാതായനങ്ങള് തുറന്നു നൽകണേയല്ല. ഈ പരിശുദ്ധ റമദാൻ അനുകൂലമാകാ സബബായ പറച്ചിലാക്കണേയല്ലോ. എല്ലാ ആഗ്രഹങ്ങളും സബലീകരിക്കണേയല്ലോ. ഈ ബറകത്തി റസൂലില്ലാഹ്. ഫിഫ ടീം 50 കിലോ ബീഫ് അല്ലാഹു സ്വീകരിക്കട്ടെ. എന്താ സംഭവം? ഫിഫ എന്ന് പറഞ്ഞാൽ ഫുട്ബോളാ? അടിപൊളി തന്നെ ആണല്ലേ. അമ്മ വിളിച്ചാൽ വരാം ഗോളി കെട്ടിക്ക്. ഇതിന്റെ പുറത്തടിച്ച് അങ്ങോട്ട് പോകില്ലല്ലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ റഹ്മാൻ. അല്ലാഹുവേ ആ കൂട്ടായ്മയെ സ്വീകരിക്കണേ അല്ലാ. ദീനിന്റെ അനുഗ്രഹീതമായ പ്രകാശമുള്ള ഹൃദയങ്ങളാ പൊന്നുമക്കൾക്ക് നൽകണേ അല്ലാ. അവര് പറഞ്ഞ പറച്ചിൽ സാദുൽ ഇമാമിന്റെ ഓരത്താ ആ പൊന്നുമക്കളെ കാത്തോണേ അല്ലാ. ഒരു അപകടങ്ങളിലും അവരെ പെടുത്തല്ലേ അല്ലാ, ഒരു നാശങ്ങളിലും പെടുത്തല്ലേ അല്ലാ, ഒരു സ്വഭാവ ദൂഷ്യങ്ങളും കൊടുക്കല്ലേ അല്ലാ. ഇസ്സത്തുള്ള ആണുങ്ങളായി ജീവിക്കാ, അന്തസ്സോടെ ആണായി മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഓരോരുത്തർക്കും ഈ ദുനിയാവിൽ അനുഭവിച്ചു കൊടുത്ത വരുമാന മാർഗമേതാ, അതിൽ വലിയ വർധനവ് നൽകണേ അല്ലാ. എല്ലാവിധ ഖൈറിന്റെ ബറകാത്തിന്റെ കവാടങ്ങളോ തുറന്നു നൽകണേ അല്ലാ. ബറകത്തി റസൂലില്ലാഹ്. പെട്ടെന്നാവട്ടെ നോക്കടാ. ആ ഉമ്മമാരുടെ അടുത്തൊക്കെ അതിന് 1-2 പോയി നോക്ക്. ചെറുപ്പക്കാരെ പെട്ടെന്നാണോ? ഇതിന്റെ സംഘാടകര് പെട്ടെന്നാവട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി 5 കിലോ പൈസ ഇറച്ചിയുടെ പൈസ ഞാൻ കൊടുക്കാന്ന് പറയാം, അല്ലെ 10 കിലോ ഇറച്ചിയുടെ പൈസ ഞാൻ കൊടുക്കാന്ന് പറയാം, ഇല്ലെങ്കിൽ എന്റെ 2 കിലോയേ ഉള്ളൂ അത് കൊടുക്കാന്ന് പറയാം. പെട്ടെന്നാണോ? നീ അതല്ല ഒരു ചാക്ക് അരി ഞാൻ കൊടുക്കാന്ന് പറയാറുള്ള. പെട്ടെന്നവിടെ അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. പെട്ടെന്നാണോ? പരീക്ഷ കിടക്കല്ലേ. സയ്യിദ് അലി ഒരു ചാക്കരി അല്ലാഹു സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. മന്ത്രിക്കാൻ കടലിലെ വെള്ളമെല്ലാം കോരി കൊടുക്കും, കുടിക്കാൻ വെള്ളമില്ല.
കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. റാഹിൽ ഉമ്മ ഒരു ചാക്കരി ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്മായിൽ ഒരു ചാക്കരി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ സ്വീകരിക്കണേ, അല്ലാഹ് കബൂലാക്കണേ റഹ്മാൻ. പടച്ചവനെ ഈ അരി പറഞ്ഞ 3 പേരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ച തമ്പുരാനെ അവരുടെ മനസ്സിൽ എന്തെല്ലാം ആശകളാണ്, അഭിലാഷങ്ങളാ സഫലീകരിച്ച് കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധമാണ് ഖൈറിന്റെ ബറക്കത്തിന്റെ റാഹത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഓരോന്നും പറയുമ്പോഴാ മനസ്സിലെന്തെല്ലാം വിഷമങ്ങളാ, പ്രയാസങ്ങളാ, പ്രതിസന്ധികളാ അല്ലാഹുവേ അറിയണോന് നീയാണല്ലോ അല്ലാ, പരിഹരിക്കേണ്ടവനും നീയാണല്ലോ അല്ലാ. ഞങ്ങളുടെ കയ്യിലാണ് നിന്റെ ആരിഫീങ്ങളാ, അവരെ ബറക്കത്ത് കൊണ്ട ഓരത്തിന്റെ പറച്ചില് രാവിലാക്കാതെ പരിഹരിച്ചു കൊടുക്കണേ അല്ലോ. വരുമാന മാർഗങ്ങളിൽ അല്ലാഹുവേ ഈ ഓരത്ത് റമളാനിന്റെ പാതിരാവിലല്ലോ നിന്റെ ആരിഫീങ്ങളെ അനുസ്മരിച്ചു പോയാ, അവരെ മധുകു പറഞ്ഞു പോയാ, പരിശുദ്ധമായ റമളാനിന്റെ മഹത്വം ഒന്ന് ഉത്കർഷിച്ച അനുഗ്രഹീതമാണ് മജ്ലിസിൽ ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ദുനിയാവിൽ അവരെ സമ്പത്തിൽ വർധനവ് കൊടുക്കണേ അല്ലോ. എല്ലാവിധ ഖൈറിന്റെ ബറക്കത്തിന്റെ വാതായനങ്ങളോ തുറന്നു നൽകണേ അല്ലാഹ് ബിബറകത്തി റസൂലില്ലാഹ്. അജ്മൽ ഒരു ചാക്കരി, അജ്മൽ ഒരു ചാക്കരി, റമലായും ആമറായും ഒരു ചന്ദ്രൻ ഒരു ചാക്കരി അല്ലാഹു സ്വീകരിക്കട്ടെ. ഹസീന ഒരു ചാക്കരി അല്ലാഹു സ്വീകരിക്കട്ടെ. അലി ഒരു ചാക്കരി അല്ലാഹു സ്വീകരിക്കട്ടെ. ഷാൻ ഒരു ചാക്കരി അല്ലാഹു സ്വീകരിക്കട്ടെ. ഷഫീഖ് ഒരു ചാക്കരി അല്ലാഹു സ്വീകരിക്കട്ടെ. ഹൈദർ ഒരു ചാക്കരി അല്ലാഹു സ്വീകരിക്കട്ടെ. റിഹാൻ മോൻ ഒരു ചാക്കരി അല്ലാഹു സ്വീകരിക്കട്ടെ. നാസറാക്ക ഒരു ചാക്കരി അല്ലാഹു സ്വീകരിക്കട്ടെ. നവാസാക്ക ഒരു ചാക്കരി അല്ലാഹു സ്വീകരിക്കട്ടെ. ഷഫീഖ് ഒരു ചാക്കരി അല്ലാഹു സ്വീകരിക്കട്ടെ. അതിലെ ഷഫീഖിനെ കാക്കാന്ന് വിളിക്കാത്തത് യാസിഫ് ഒരു ചാക്കരി അല്ലാഹു സ്വീകരിക്കട്ടെ. ഷഹബാനത്ത് ഒരു ചാക്കരി. നൂർജഹാൻ ഒരു ചാക്കരി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ റഹ്മാൻ. പടച്ച തമ്പുരാനേ ഈ അരി പറഞ്ഞ ഓരോരുത്തരെയും ഇവരെ വായിച്ചു പോയ ഓരോ പേരുകാരെയും അറിയണോന് നീയാ. ഓരോരുത്തരും പറയുമ്പോഴാ മനസ്സിന്റെ വേദന അറിയണോന് നീയാ. പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ച തമ്പുരാനേ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ച തമ്പുരാനെ എന്തെല്ലാം ആശകളാ, അഭിലാഷങ്ങളാണ്, എന്തെല്ലാം ആഗ്രഹങ്ങളാ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ മനസ്സിന്റെ നിയ്യത്തുകൾ അറിയണോന് നീയാ. അല്ലാഹുവേ സഫലമാക്കി കൊടുക്കണേ അല്ലാഹ്. ആ കുടുംബത്തിൽ നീ അനുവദിച്ചു കൊടുത്ത ദുനിയാവിന്റെ മഈശത്തിന്റെ വരുമാന മാർഗം ഏതാ അറിയണോന് നീയാ. ഏറ്റി കൊടുക്കണേ അല്ലാഹ്. നീ കൊടുക്കുന്ന നീ നൽകുന്ന നിഅമത്തുകള് ഇടയ്ക്ക് വെച്ച് റദ്ദ് ചെയ്യല്ലേ അല്ലാഹ്, മുടക്കി കളയല്ലേ അല്ലാഹ്. വർദ്ധനവിലാക്കണേ തമ്പുരാൻ ബിബറകത്തി റസൂലില്ലാഹ്. ശുക്കൂർ ഒരു ചാക്കരി, ഷഫീഉള്ള ഒരു ചാക്കരി. അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാൻ. അല്ലാഹുവേ ഇവരെ ഉദ്ദേശങ്ങൾ സഫലമാക്കണേ തമ്പുരാൻ. എല്ലാവിധമാണ് ഖൈറിന്റെ ബറക്കത്തിന്റെ വാതായനങ്ങളോ തുറന്നു കൊടുക്കണേ അല്ലാഹ്.
ദുനിയാവിലവരെ വരുമാന മാർഗം അറിയണോനും കൊടുക്കണോനും നീയാ വർധനവിലാക്കണേ അല്ലാ. എന്ത് നൽകിയാലും ബറക്കത്തുള്ളതാക്കണേ അല്ലാ. ഷാദുലീമാമിനല്ലാഹുവേ മുത്തുനബി കൊടുത്ത വാക്കാ, പൊന്നുമോനെ നിന്റെ എല്ലാത്തിലും അല്ലാഹു ബറക്കത്ത് ചെയ്യുകയാ. പടച്ച തമ്പുരാനെ ഞങ്ങൾക്കും നീ തരുന്ന അനുഗ്രഹങ്ങള്, ദറജകള്, ഇൽമുകള്, തദ്രീസുകള് എല്ലാം ബറക്കത്തുള്ളതാക്കണേ അല്ലാ. കബൂലിയത്ത് നൽകണേ അല്ലാ. എന്തെല്ലാം ആഗ്രഹങ്ങളായാൽ പാതിരാവിലെ പടച്ച തമ്പുരാനെ അല്ലാഹുവേ മാറി മാറി അടിക്കുന്ന തിരമാലകൾ പോലെ ആമീൻ പറയുന്ന അനുഗ്രഹീതമാണ് കോടാനുകോട് മാലാകമാരെ പറന്നിറങ്ങുന്ന ഈ ഓരത്ത് അവരാമീൻ പറയുമ്പോ ഈ സദസ്സിൽ ആര് പറഞ്ഞാലും അത് പാഴാക്കല്ല അല്ലാ. ഉദ്ദേശങ്ങൾ സഫലമാക്കണേ അല്ലാ. ബിബറക്കത്തി റസൂലില്ലാ. നിയാസ് ഒരു ജാക്കരി അല്ലാഹു സ്വീകരിക്കട്ടെ. നാസ് ഒരു ജാക്കരി, പീര് മുഹമ്മദ് ഒരു ജാക്കരി, ഫൈസൽ ഒരു ജാക്കരി, ഷാജഹാൻ ഒരു ജാക്കരി, ഷൗക്കത്ത് ഒരു ജാക്കരി, നസീബ് ഒരു ജാക്കരി. അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ അല്ലാ. പടച്ച തമ്പുരാനെ മഹാന്മാരെ അനുഗ്രഹീതമായ ഷാദുൽ ഇമാമിനെ ഇമാമാക്കിയ ഔലിയാക്കളെ അല്ലാഹുവേ നിന്നെ മഅരിഫത്തിന്റെ ലോകത്തിലോട്ട് കൈപിടിച്ച അത്യുത്ഭുതങ്ങളാണ് പടച്ച തമ്പുരാനെ. ഭൂമിയിലെ അത്ഭുതങ്ങളാണ്, സ്വർണത്തിന്റെ സമ്പത്തിന്റെ അല്ലാഹുവേ മുത്തുകളുടെ തക്കോല. അതിന് മാത്രം അത്ഭുതകരമാണ് ദിക്റുകളോദിയ ഈ അനുഗ്രഹീതമായ മജ്ലിസിൽ ഈ പറയപ്പെടുന്ന പേരുകാരെ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ അവര് പറഞ്ഞ സ്വതക്കകൾ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ ആരിഫീങ്ങളെ ആദരിക്കുന്ന ലോകവാ. ആ ഓരത്തിൽ അവര് പറഞ്ഞത് ഇതൊന്നും പാഴാക്കല്ല അല്ലാ. ഓരോരുത്തർക്കും ആ കുടുംബത്തിന് നീ അനുവദിച്ചു കൊടുത്ത വരുമാന മാർഗം ഏതാ അറിയണോന്ന് നീയാ വിശാലമാക്കണേ അല്ലാ. വർധനവിലാക്കണേ അല്ലാ. നിലനിർത്തി കൊടുക്കണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. എന്തെല്ലാം വിഷമങ്ങളാ പ്രയാസങ്ങളാ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. തടസ്സങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. രോഗങ്ങൾ ലാഹിരിയായ വാതുനിയായ സർവ്വ പടച്ചവനെ താമാട ശമനം കൊടുക്കണേ അല്ലാ. ബിബറക്കത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹ്സിൻ ഉസ്താദ് ഒരു ജാക്കരി അല്ലാഹു സ്വീകരിക്കട്ടെ. ഫൈസൽ ഉസ്താദ് ഒരു ജാക്കരി അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ അല്ലാ. ഈ പാതിരാവിലെ അല്ലാഹുവേ മടൽത്തരികളെ സാക്ഷിയാക്കി, അല്ലാഹുവേ കടൽ തിരമാലകളെ സാക്ഷിയാക്കി, ഈ കടലിന്റെ ഓരത്ത് അല്ലാഹുവേ ഉമ്മച്ചാരമായി അബൂബക്കർ വലിയുല്ലാഹി തങ്ങൾ റളിയല്ലാഹു അൻഹുമാ പാപമസ്താനി ഖദ്ദസല്ലാഹു സുർറഹു ഔലിയായിന്റെ സാക്ഷ്യപ്പെടുത്തുന്ന ഈ സദസ്സിൽ അല്ലാഹുവേ ആര് പറഞ്ഞാലും വൃഥാവിലാക്കല്ല അല്ലാ. ഈ ഉസ്താദുമാരെ സദഖ സ്വീകരിക്കണേ അല്ലാ. സുഖമില്ലാതെ കിടക്കണം മുഹ്സിൻ ഉസ്താദിന് താമ്പാട ശമനം കൊടുക്കണേ അല്ലാ. ഭൂമി ലോകത്ത് നീ അറിയാതെ ഒരാള് രോഗിയാവൂലല്ലോ അല്ലാ. എത്ര രോഗമായിരുന്നാലും എന്ത് രോഗമായിരുന്നാലും അത്ഭുതമാണ് ശമനം ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്. അല്ലാഹുവേ നീ നൽകണേ അല്ലാ. കബൂലിയത്ത് നൽകണേ അല്ലാ. പടച്ചവനെ ഇന്ന് ചെയ്യുന്ന എത്രാമത്തെയോ ദുആയാണല്ലാ. എല്ലാ സദസ്സിനും നിന്നോട് പൊട്ടിക്കരഞ്ഞതാണല്ലാ. ആ പ്രിയ കൂട്ടുകാരന്റെ രോഗം ശമയാക്കണേ അല്ലാ. ഈ സദസ്സിൽ പറഞ്ഞു പോയ എല്ലാ ഉസ്താദുമാരും മാഫിയ
ഇൽമ നൽകണേ അല്ലാ. ഈ പൊരുത്തപ്പെടുന്ന ദീനിന്റെ ഹാദിമീങ്ങളിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ ഉഹ്റവിയായ ഉലമാക്കളില് ഈ ഉൾപ്പെടുത്തണേ അല്ലാ. ആ മനസ്സിലും ആ കുടുംബത്തിലും വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളിലാക്കണേ അല്ലാ. ജീവിത നിലവാരത്തിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി. അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ 1000 രൂപ വെച്ചാൽ പറയേണ്ട പെട്ടെന്ന് പറയും. ഇൻഷാ അല്ലാഹ് അരി പറഞ്ഞവർക്ക് പറയാം, നിറച്ച് പറഞ്ഞവർക്ക് പറയാം. 1000 രൂപ വെച്ച് ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ട് ഒന്നും കഴിയില്ല ഞങ്ങളെ, അതുകൊണ്ട് 1000 രൂപ ഞാൻ കൊടുക്കാം ഇൻഷാ അല്ലാഹ്. ഒരു വർഷം കിടക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരേ രൂപ വെച്ച് മാറ്റി വെച്ചാലും മതി. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് കേട്ടോ. 1000 രൂപ 3 രൂപ അല്ലേ? 365 ഉള്ളൂ ഇവിടേക്ക്. ഇവിടെ കൂടുതലിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 3 രൂപ ദിവസം മാറ്റി വെച്ചാൽ അള്ളാഹു സ്വീകരിക്കട്ടെ. ഒന്ന് ഉമ്മച്ചാക്കും, ഒന്ന് അബൂബക്കർ നോക്കൂ, ഒന്ന് ബാബമസ്താനും. അള്ളാഹുയുടെ ബറക്കത്തോണ്ട് ജീവിതം വലിയ വിശാലമാക്കട്ടെ. അത് ഷാദുരി, അവിടെയൊക്കെ നേതാവ് ഷാദുരി ഇമാമിന്റെ ഊരം. അള്ളാഹു സ്വീകരിക്കട്ടെ. നേരള്ള നേരുണ്ടോ? ഇവിടുന്ന് അവിടെ ഉണ്ടോ? ആളുണ്ടോ? ബക്കറ്റുണ്ടോ? ബക്കറ്റുണ്ടോ? ആ ഇൻഷാ അല്ലാഹ് ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നേരുണ്ടോ? ദുആ ചെയ്യാൻ പോവാ. പെട്ടെന്നാവണം, പെട്ടെന്നാവണം. ദുആ ചെയ്യാൻ പോവാ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആരുണ്ടോ സദസ്സിൽ? ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ 1000 രൂപ വെച്ച് സദസ്സിൽ തുടങ്ങാൻ ഞാൻ 2000 കൊടുക്കാന്ന് പറയാറുണ്ട്. ആരാമനെ മരിച്ചുപോയ ഇസ്മായിൽ ഉസ്താദിന്റെ താത്ത 1000 രൂപ. അള്ളാഹു സ്വീകരിക്കട്ടെ. കടങ്ങളൊക്കെ മാറാൻ വേണ്ടി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. പടച്ചോനെ സ്വീകരിക്കണേ അള്ളാഹ്. അള്ളാഹുവേ നിന്റെ ആരിഫ്യങ്ങളെ ഓരോ പടച്ചവനെ ആ ഉമ്മയുടെ എല്ലാ കടങ്ങളും വിഷമങ്ങളും പരിഹരിച്ചു കൊടുക്കണേ അള്ളാഹ്. മാറ്റി കൊടുക്കണേ അള്ളാഹ്. അതിനുള്ള ശരിയായ മഖ്റജ് നീ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. ബിബറകത്തി റസൂലില്ലാഹി. ഇനി ആരാളെ? പെട്ടെന്നാവണം. മുഹമ്മദ് നാസിം 1000 രൂപ. അള്ളാഹുവെ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ കബൂലിയത്ത് കൊടുക്കണേ അല്ലാഹ്. ആ പൊന്നുമോന്റെ ഉദ്ദേശങ്ങൾ സഫലമാക്കണേ അല്ലാഹ്. എല്ലാവിധമായ ഖൈറിന്റെ ബറക്കത്തിന്റെ വാതായനങ്ങളും നീ തുറന്നു നൽകണേ അല്ലാഹ്. ബിബറകത്തി റസൂലില്ലാഹ്. നേരള പെട്ടെന്നാവട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. നേരണ്ടോ? നേരമുള്ള വിടന്നവിടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. മൂന്നാമത്തെ സദസ്സ ആകെ തളർന്ന വശനായിരിക്കും. അവിടെ പെട്ടെന്നാവട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അങ്ങനെ ഷഹീർ ഖാൻ 1000 രൂപ. അള്ളാഹു സ്വീകരിക്കട്ടെ. പടച്ചോനെ ആ പൊന്നുമോന്റെ ആഗ്രഹങ്ങളെ സഫലീകരിക്കണേ അള്ളാഹ്. ആ പൊന്നുമോന്റെ വരുമാനങ്ങൾ ബറക്കത്ത് കൊടുക്കണേ അള്ളാഹ്. അള്ളാഹുവെ എല്ലാവിധ ഖൈറും നീ ചുരിഞ്ഞു കൊടുക്കണേ തമ്പുരാനെ. ഔലിയാഇന്റെ നളറും നസറും കിട്ടണ യഥാർത്ഥമായ മുഅ്മിനീങ്ങളെ കൊടുക്കണേ തമ്പുരാനെ. ആ പൊന്നുമോന്റെ ഉദ്ദേശങ്ങളൊക്കെ സഫലമാക്കി കൊടുക്കണേ അള്ളാഹ്. ബിബറകത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസനാരാക്ക 1000 രൂപ. അള്ളാഹുവെ സ്വീകരിക്കണേ പടച്ചോനെ. അസനാരാക്ക നീ ഇഷ്ടം വെക്കണേ അള്ളാഹ്. ആ പൊന്നുമോന്റെ ഉദ്ദേശങ്ങൾ സഫലമാക്കണേ അള്ളാഹ്. വലിയ ബറക്കത്തും വലിയ റാഹത്തും നീ നസീബാക്കി കൊടുക്കണേ തമ്പുരാനെ. 1000 ആരോഗ്യ സൗഖ്യങ്ങൾ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ബിബറകത്തി റസൂലില്ലാഹി. മതിയാ? നേരാണ്ടോ? നേരാണ്ടോ? ഇവിടുന്നാവണം. അവിടെ മോനെ നോക്ക്. കരമടിയുള്ള നവാസാക്ക ഒരു ജാക്കരി. അള്ളാഹു സ്വീകരിക്കട്ടെ പടച്ചോനെ. ആ കരമടിയിൽ വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അള്ളാഹു നിന്റെ സമ്പത്തുകൾ ചൊരിച്ചു കൊടുക്കണേ അല്ലാഹ്. മോനെ അർഹം. ഞാൻ വിചാരിച്ചു ഇങ്ങനെ കാണിച്ചു വിചാരിച്ച കടപ്പുറം അല്ലേ വെച്ച് പോട്ടാൻ ചോദിക്കണായിരിക്കും. അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ. എന്തായിരുന്നു അർഹം 1000 രൂപ. അള്ളാഹു സ്വീകരിക്കുന്ന പടച്ചോനെ. കബൂലാക്കണേ അള്ളാഹ്. ആ രണ്ടുപേരുടെയും ഉദ്ദേശങ്ങൾ സഫലമാക്കണേ പടച്ചോനെ. അവിടെ സമ്പത്തിലും വരുമാനത്തിലും വരുമാന മാർഗങ്ങളിലൊക്കെ വലിയ ബറക്കത്തും വർധനവും നീ നൽകണേ തമ്പുരാനെ. വലിയ ഖൈറും റാഹത്തും നൽകണേ തമ്പുരാനെ. ബറകത്തി റസൂലില്ലാഹി.
യാസീൻ 1000 രൂപ അള്ളാഹു സ്വീകരിക്കട്ടെ, ബറക്കത്തിക്കട്ടെ. അള്ളാഹുവെ ഖൈർ കൊടുക്കണേ അല്ലാഹ്. വരുമാനങ്ങൾ വലിയ വർധനവ് നൽകണേ തമ്പുരാനെ. ബറക്കത്ത് റസൂലുള്ളാഹി. ആര്? നബീസത്ത് ബിബി 333 രൂപ അള്ളാഹു സ്വീകരിക്കട്ടെ. അതെന്തൊരു കണക്കാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അള്ളാഹു വലിയ ബറക്കത്ത് കൊടുക്കട്ടെ. അള്ളാഹുവെ സ്വീകരിക്കണേ തമ്പുരാനെ. ഖൈർ കൊടുക്കണേ അല്ലാഹ്. ജുനൈദ് കടമ്പിടാനും ജോലിയിൽ ബറക്കത്ത് ലഭിക്കാൻ 2000 രൂപ അള്ളാഹു സ്വീകരിക്കട്ടെ. മുഹമ്മദ് റിഫാസ് 1000 രൂപ അള്ളാഹു സ്വീകരിക്കട്ടെ. പടച്ചവനെ സ്വീകരിക്കണേ അള്ളാഹ്. കബൂലാക്കണേ പടച്ചവനെ. അള്ളാഹുവെ ബറക്കത്ത് ചെയ്യണേ അള്ളാഹ്. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ സഫലമാക്കണേ പടച്ചവനെ. കടക്കണി അള്ളാഹുവെ വലിയ തൊല്ലയാ പടച്ചവനെ. നീ മാറ്റി കൊടുക്കണേ അള്ളാഹ്. അള്ളാഹുവെ പരിഹരിച്ചു കൊടുക്കണേ അള്ളാഹ്. അള്ളാഹുവെ നിറവേറ്റി കൊടുക്കണേ അള്ളാഹ്. അതിനുള്ള മാർഗങ്ങളൊക്കെ നീ തുറന്നു കൊടുക്കണേ അള്ളാഹ്. ഈ ബറക്കത്ത് റസൂലുള്ളാഹി. മെഹബൂബ ഹാജി 1000 രൂപ. ആര്? യൂനിസ് 1000 രൂപ. ഹൈദർ അലി 1000 രൂപ. നിസ്വാൻ 1000 രൂപ. നിഹാൻ 1000 രൂപ. അള്ളാഹു സ്വീകരിക്കണേ. എല്ലാം കൊടുക്കണേ മക്കളെ. അള്ളാഹു സ്വീകരിക്കട്ടെ. പടച്ചവനെ വായിച്ച എല്ലാവർക്കും വലിയ ഹൈറും വലിയ ബറക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഉദ്ദേശങ്ങളൊക്കെ സഫലമാക്കണേ തമ്പുരാനെ. അള്ളാഹുവേ എല്ലാ ബറക്കത്തും തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ പറയുന്ന ഒരു ഭാഗ്യമുള്ളവരാ. അടുത്ത ആണ്ട് വരുമ്പോ ഒരു വിഷമമില്ലാതെ പുഴുക്കുത്തില്ലാതെ കൊടുത്തു വിടാൻ അള്ളാഹുവേ അതിന്റെ മാർഗങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും ഒരുമയും ശാന്തിയും സമാധാനവുമുള്ള കുടുംബജീവിതങ്ങള് ഈ സദസ്സിൽ ഉത്തരം ചെയ്ത എല്ലാവരിലും നീ നൽകണേ അല്ലാഹ്. ഈ ബറക്കത്ത് റസൂലില്ലാഹ്. മോനെ ഇവിടെ കൊടുത്താ സുഫിയാൻ 1000 രൂപ. മോനെ മദീന സുഫിയാൻ അജ്മല് 1000 രൂപ അല്ലാഹു സ്വീകരിക്കട്ടെ. എന്താ ബക്കറ്റ് കൊണ്ടുപോയ അവിടെ നീ എത്ര രൂപ എടുത്ത് അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ റമദാനിൽ ആരെങ്കിലും ബിരിയാണി കൊണ്ട് അത്താഴം കഴിച്ചിട്ടുണ്ടോ? നല്ല മട്ടൻ ബിരിയാണി വെള്ളമുണ്ട് കൈ വയ്ക്കാണ്. മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് ആണ്ടാ ഇല്ലെങ്കിൽ ഒരവസരം ഞാൻ തരാം. എന്റെ വക ഫ്രീ. റെഡിയല്ലേ? വേണമെന്നുള്ളൊരു കൈ വയ്ക്കാണ്. മട്ടനത് കേട്ടപ്പോ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഈ റമദാനിൽ ഒരു ദിവസം മട്ടൻ ബിരിയാണി എന്റെ വക. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. വരുന്ന 14-ാം തീയതി ശനിയാഴ്ച എന്റെ അവിടെ തവ്വാ മജ്‌ലിസ വന്ന തരാം. നല്ല സുന്ദര മട്ടൻ ബിരിയാണി. ആണുങ്ങളും പെണ്ണുങ്ങളും നമ്മുടെ ചെറുപ്പക്കാരെല്ലാം വണ്ടിയെടുത്ത് ഇൻഷാ അല്ലാഹ് വരുന്ന ശനിയാഴ്ച തറാവീഹിന് ശേഷം 10 മണിക്ക് അവിടെ എത്തിയാൽ നല്ല സുന്ദരം പരിശുദ്ധ റമദാനിന്റെ ഒരു ദിവസമെങ്കിലും ദിക്റുകളോടെ സ്വലാത്തോടെ അല്ലേ? സലീം സാഹിബൊക്കെ വന്നിട്ടുണ്ടല്ലേ? നല്ല ആത്മീയമായ ആനന്ദമുള്ള പൊട്ടിക്കരയാന്ന് പറഞ്ഞ വാക്കല്ല, കണ്ണീരൊലിപ്പിച്ച് ദുആ ചെയ്തു ഇരിക്കണവരെല്ലാം പൊട്ടിക്കരഞ്ഞ് എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ വന്ന് നേടിപ്പോണ അത്ഭുതമായൊരു മജ്‌ലിസ്. പറ്റുമെങ്കിൽ പട്ടണവരൊക്കെ ഇൻഷാ അല്ലാഹ് നിയ്യത്താക്കി വരി. മട്ടൻ ബിരിയാണി എന്റെ വക പറയും. അള്ളാഹു സംഭാവനയൊന്നും തരണ്ട ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ, ബറക്കത്താക്കട്ടെ ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ. ഓക്കേ ഈ സ്വലാത്തുകളൊക്കെയും അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. മദീനയുടെ മണവാളൻ ഞങ്ങളുടെ ഹൃദയത്തിന്റെ നാര മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ ഓരത്തെത്തിക്കണേ പടച്ചോനെ. ആ മുത്തുനബി നോക്കിക്കാണുന്ന മജ്‌ലിസാക്കല്ലാ. റിഫായി ശൈഖ് ജീലാനി തങ്ങൾ, ഷാദുൽ ഇമാം അടക്കമുള്ള ഇവിടെ പറഞ്ഞ അബ്ദുൽ അബ്ബാസ് മൂസി തങ്ങളും എല്ലാ മഹത്തുക്കളും ദഖീഖുൽ ഈദ് തങ്ങളടക്കം പടച്ചവനെ യാഖൂത്തുൽ അർശ് തങ്ങളടക്കം ഷാദുലി പരമ്പരയിലെ മഹാന്മാരായ അബ്ദുൽ സാഹിബ് മാസിദ് മാലിക് തങ്ങളടക്കം എല്ലാവരുടെയും ഹദ്റത്തിലെത്തിക്കണേ അല്ലാഹ്. ഉമ്മച്ചാര ഓരത്തെത്തിക്കണേ അല്ലാഹ്. ഉപ്പാന്റെ ഹദ്റത്തിലെത്തിക്കണേ അല്ലാഹ്. അവർ നദറും നസ്റും ദാ അല്ലാഹ്. ആട് പറഞ്ഞ, ഇറച്ചി പറഞ്ഞ, അരി പറഞ്ഞ, സ്വതക്കുകൾ പറഞ്ഞ എല്ലാരെ മനസ്സിലുമുള്ളത് സ്വീകരിക്കണേ അല്ലാഹ്.
പരിഹരിച്ചു നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إني أسألك باسمك الأعظم المكتوب من نور وجهك الأعلى المؤبد الدائم الباقي المخلد في قلب نبيك ورسولك سيدنا محمد صلى الله عليه وسلم. وأسألك باسمك الأعظم الواحد بوحدة الأحد المتعالي عن وحدة الكم والعدد المقدس عن كل أحد وبحق بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. أن تصلي على سيدنا محمد سر حياة الوجود والسبب الأعظم لكل موجود. صلاة تثبت في قلوبنا الإيمان وتحفظنا القرآن وتفهمنا منه الآيات وتفتح لنا بها نور الجنات ونور النعيم ونور النظر إلى وجهك الكريم. اللهم صل على سيدنا محمد واختلف الملوى وتعاقب العسرى وكر الجديدا واستقل الفرقنان. بلغ روحه وأرواح لبيته منا التحية والسلام وبارك وسلم عليه كثيرا. الله 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 ربي الله ഞങ്ങളുടെ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളെല്ലാം മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓരത്തെത്തിക്കണേ അല്ലാഹ്. മുത്തുനബി കാണുന്ന മജ്ലിസാക്കല്ലാഹ്, അവിടുന്ന് ഇഷ്ടമുള്ള മജ്ലിസാക്കല്ലാഹ്, അവിടുത്തെ നവറുള്ള മജ്ലിസാക്കല്ലാഹ്, അവിടുത്തെ നസറുള്ള മജ്ലിസാക്കല്ലാഹ്, അവിടുന്ന് ഇടപെടുന്ന മജ്ലിസാക്കല്ലാഹ്. അല്ലാഹുവേ പുന്നാര റസൂലുള്ളാഹിന്റെ പുന്നമക്കളല്ലാഹ്, അഹ്ലി ബൈത്തി റസൂലുള്ളാഹ്, ഔലാദ് റസൂലുള്ളാഹ്, അസ്ഹാബി റസൂലുള്ളാഹ്, അഹ്ബാബി റസൂലുള്ളാഹ് ഹളറാത്തുൽ എത്തിക്കണേ അല്ലാഹ്. ഖുലഫാഉൽ അർബഅത്തും അല്ലാഹുവേ അഇമ്മത്തുൽ അർബഅത്തും മഖ്താബുൽ അർബഅത്തും അടക്കമുള്ള ഷാദുൽ ഇമാം തങ്ങളടക്കമുള്ള ഭാരതന്മാരാണ് ഔലിയായിന്റെ ഓരത്തെത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ആത്മീയ മാതാവാ, അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാം എല്ലാമാ, ഈ നാടിന്റെ ഉമ്മയാ, ഈ നാടിന്റെ സമ്പത്താ, ഈ നാടിന്റെ അഭിമാനമായി ഞങ്ങൾക്ക് തന്ന, ഈ നാടിന്റെ ഭാഗ്യമായി ഞങ്ങൾക്ക് ഔദാര്യം തന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് ആത്മീയമായ ഉമ്മ സയ്യിദത്തുനാ ബീവി ഭീമാ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ഓരത്താക്കണേ, ഓരത്തെത്തിക്കണേ അല്ലാഹ്. മഹീന അബൂബക്കർ വലിയുള്ളാഹ് ആ തങ്ങളെ ഓരത്തെത്തിക്കണേ അല്ലാഹ്. പാപമസ്താനടക്കം ഈ ഓരത്തം ഇറങ്ങണ. ഞങ്ങളുടെ മുന്നോറുകളാണ് ആരിഫീങ്ങൾ എത്രയാ, ഉലമാക്കൾ എത്രയാ, എല്ലാരും ഓരത്തും എത്തിക്കണേ അല്ലോ. അല്ലാഹുവേ ഭീമാ പള്ളിയുടെ മണ്ണിനകത്തലങ്ങളില് പടച്ചവരെ എത്രയോ ശുഹദാക്കളാ, വെടിയിലായാലും മുങ്ങി മരിച്ചതായാലും അല്ലാഹുവേ വിദേശത്തായാലും ഞങ്ങൾ ഓരോരുത്തരേതോ മൺപറഞ്ഞു പോയ പൊന്നു മക്കളടക്കം അല്ലാഹു വിവാഹമാരോരത്തവരെ അന്തി ഉറങ്ങുകയാ. ആ ഓരത്തെത്തിക്കണേ അല്ലാ. സ്വതക്ക തന്നവരുടെ കുടുംബങ്ങളുടെ ആഗ്രഹത്തിലെത്തിക്കണേ അല്ലാ. ഞങ്ങൾ ഓരോരുത്തരെ ഉപ്പമാരുപ്പാപമാ, ഉമ്മമാരുമ്മാമമാ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ പലരും വന്ന് കബറില. അല്ലാഹുവേ ഓടി വന്ന് ഞങ്ങളുടെ കൈ പിടിച്ച എത്രയോ ഉപ്പമാര് പടച്ചവരെ സാധു ഉള്ളപ്പോ
11 മണിക്ക് തന്നെ പള്ളിക്കകത്ത് വന്നിരുന്ന് കൈ പിടിച്ചിട്ട് ചുംബിച്ചു പോടാ എത്രയോ ഉപ്പമാരല്ല ഇസ്മായിൽ സാഹിബടക്കമുള്ള പ്രിയപ്പെട്ടവരൊന്ന് കബറിലാ അവിടെ ഓരങ്ങളിൽ എത്തിക്കണല്ല പടച്ചവനെ ഓരത്തിന്റെ കാര്യ ഉസ്താദ് ആദ്യത്തെ ഹാഫിള ആ പ്രിയപ്പെട്ടവരെ ഓരത്തെത്തിക്കണല്ല ഈ നാട്ടിൽ നിന്ന് ബന്ധപ്പെട്ട സർവരുടെയും ഹളറാത്തിലേക്ക് എത്തിച്ചു നൽകണേ അല്ലാ ഈ നാടിന്റെ മനം കവർന്ന കല്ലാറിൽ മരിച്ച ആ പുണ്യമോന്റെ കൂട്ടുകാരെ ഹളറത്തിൽ അല്ലാഹുവേ എത്തിച്ചു നൽകണേ അല്ലാ മഗ്ഫിറത്ത് നൽകണേ അല്ലാ മർഹമത്ത് നൽകണേ അല്ലാ അവിടെ കബറുകൾ വിശാലമാക്കണേ അല്ലാ ആ കബറുകൾ വിശാലമാക്കണേ അല്ലാ അല്ലാ അവരിൽ ആരെങ്കിലും ഏതേലും അതാവുകളോ ശിക്ഷകളോ ആ കബറിലുണ്ടെങ്കിൽ തട്ടണേ അല്ലാ ഈ പരിശുദ്ധ റമളാനിൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ അത്ഭുതം പാലിച്ച് അവർക്ക് വിടുതി കൊടുക്കണേ അല്ലാ അഫ്വ ചെയ്യണേ അല്ലാ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ നിന്റെ വിശാലമാണ് റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ സ്വർഗീയ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ പടച്ച തമ്പുരാനെ ചോദിക്കും പാട് പറഞ്ഞവരോ ചെറുതും വലുതുപാട് തുകൾ ഒരുപാട് പറഞ്ഞവരല്ല ഓരോ പറച്ചിലും നീ സ്വീകരിക്കണേ അല്ലാ നിന്റെ ആരിഫീങ്ങൾ ആദരിക്കുന്ന ഓരത്താ അവര് സ്വന്തത്തിന്റെ ഇസ്സത്തുള്ള ഓരോ ആ മഹാന്മാരെ ഇടപെടൽ ഞങ്ങൾക്ക് താല്ല ഞങ്ങളുടെ കാര്യങ്ങളിലും സംരംഭങ്ങളിലുമെല്ലാം ആരിഫീങ്ങളെ നവറും മനസുറും താല്ല ഉമ്മച്ചാരെ ഇടപെടൽ തരണയല്ലോ ഞങ്ങൾക്കുള്ള അവർക്കാർക്കും അതൃപ്തി കൊടുക്കല്ല വിവരമില്ലാത്തതിന്റെ പേരിലല്ല അവരോട് അതവ് കേട് വന്നുപോയാ അവരെ മനസ്സിൽ ഞങ്ങളോട് വെറുപ്പ് കൊടുക്കല്ല അവരുടെ മനസ്സിൽ ഞങ്ങളെ കുറിച്ച് വലിയ ഇഷ്ടം കൊടുക്കണേ അല്ല അവരെ നവറും നസുറും കൊണ്ട് ബറക്കത്ത് കൊണ്ട് അവരെ ഇടപെടൽ കൊണ്ട് ജീവിതത്തിന്റെ വലിയ ബറക്കാത്തുകൾ ഈ സദസ്സിൽ ചോദിക്കുമ്പോ നിമിഷം മുതൽ ഈ നിമിഷം വരെ ആരൊക്കെ പറഞ്ഞോ ആമീൻ പറയണോ എല്ലാവരിലും തരണേ അല്ലാ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിത അല്ലാ സമാധാനം തരണേ അല്ലാ ഒരുമ തരണേ അല്ലാ ഈ റമളാനിൽ പരസ്പരം മനസ്സിലാക്കാ എല്ലാം മറന്നൊന്ന് പൊറുക്കാ അല്ലാഹുവേ അങ്ങനെയെങ്കിലും നിന്റെ റമളാൻ ഞങ്ങൾക്കൊന്ന് അനുകൂലമായി കിട്ടുമല്ലോ എന്ന് കൊതിക്കാ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആമീൻ പറയണ എല്ലാവർക്കും ഭാഗ്യം കൊടുക്കണേ അല്ലാ ഭർത്താക്കന്മാരെ ആദരിച്ച് സ്നേഹിക്കുന്ന ഉമ്മമാരാക്കണേ അല്ലാ ഭാര്യമാരെ മാനിച്ചിഷ്ടം വെക്കുന്ന ഭർത്താക്കന്മാരാകണേ അല്ലാ മാതാപിതാക്കളെ ആദരിക്കുന്ന അതവുള്ള വിവേകമുള്ള നല്ല മക്കളാക്കണേ അല്ലാ പടച്ചവനെ മാതാപിതാക്കൾ അല്ലാഹുവേ ചത്ത് കിട്ടിയെങ്കിലെന്ന് ശപിച്ചു പോണ മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാ ദുനിയാവിലും ആഖിറത്തിലും അഭിമാനം തരുന്ന ഞങ്ങൾക്ക് അഭിമാനമുള്ള മക്കളാക്കണേ അല്ലാ നാളെ ഞങ്ങളുടെ മരിച്ചു പോയാ കബറിന്റെ മാട്ടിരുന്നിട്ട് അല്ലാഹുവേ ഇതുപോലുള്ള റമളാനുകളിൽ എല്ലാത്ത രാത്രികളിലോ എന്റെ ഉപ്പയാണല്ലോ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യണ മക്കളെ തരണേ അല്ലാ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെ വലയണോരെത്രയോ പേരാണെന്ന് കൈപിടിച്ചതാ അല്ലാഹുവേ സാദൽ ഇമാമിന്റെ കറാമത്തിനാ അവരത്തെ ബറക്കത്തിനാലല്ലാ പടച്ചവരെ എന്നോട് ഇന്ന് പരാതി പറഞ്ഞ സങ്കടം പറഞ്ഞ എല്ലാ ദമ്പതിമാർക്കും നല്ല സോളിഹാട് സന്താനങ്ങൾ നീ നൽകണേ അല്ലാ സാദുൽ ഇമാമിന്റെ ബറക്കത്തിനാ അത്ഭുതമായി അച്ചട്ടാക്കി നൽകണേ അല്ലാ അടുത്താണ്ട് നാട് പറഞ്ഞിട്ടെന്റെ ഭാര്യ ഗർഭവതിയാ പറയാൻ അവർക്ക് വിധി കൂട്ടണേ അല്ലാ ഇത് ആന തട്ടല്ലറുമ്പ് കബൂലാക്കണേ അല്ലാ നല്ല സന്താനങ്ങൾ ഞങ്ങൾ കേറ്റിത്താ അല്ലാ ഒരു കുട്ടിയെ ഉള്ളു പടച്ചവനെ ഇനിയും സന്താനം വേണമെന്നാശിക്കണോ ഞങ്ങൾക്കെല്ലാം നല്ല സന്താന വർധനവ് താല്ല സ്വാലിഹായ ആരോഗ്യമുള്ള നല്ല മക്കളെ താല്ല പടച്ചവരെ ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ അല്ല ഒരാളോടും അസൂയയില്ലാതെ ഒരാളോടും പകയില്ലാതെ ഒരാളോടും വെറുപ്പില്ലാതെ ഒരാളോടും ദേഷ്യമില്ലാതെ ഒരാളോടും ഒരു വിദ്വേഷമില്ല
വ്യത്യാസമില്ലാതെ ഒരു വിഭാഗീയതയ്ക്കും കൂട്ടുനിൽക്കാതെ ഇസ്സത്തുള്ള ഒരുമയുള്ള നല്ല 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 സൽ സ്വഭാവമുള്ള മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാവർക്കും മാപ്പ് കൊടുക്കണ മുത്തിന്റെ സ്വഭാവം ഞങ്ങൾക്കും തരണേ അല്ലാഹ്. പടച്ചവരെ മരിക്കണവരെ ഞങ്ങളെ ദുനിയാവിന്റെ ഒന്നിലും കൊടുത്തിക്കളയല്ല അല്ലാഹ്. അവസാന ശ്വാസം വരെയും ആര് തീർത്താലും ആര് വെറുത്താലും ആരെല്ലാം ദുഷ്പ്രചരണങ്ങൾ നടത്തിയാലും ഔലിയായിനെ പറയാൻ കറാമത്ത് പറയാൻ അഹ്ലു സുന്ന പറയാൻ ഇസ്സത്തുള്ള ജീവിതം ഞങ്ങൾക്ക് ബാക്കിയാക്കണേ അല്ലാഹ്. ജീവിക്കുന്ന കാലം ഒരു മഖ്ലൂക്കിനെയും പഴക്കാൻ അല്ലാഹ് നിന്റെ ദീന് പറയാ സുന്നത്ത് ജമാഅത്ത് പറയാ തൗഫീഖ് ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അഹ്ലു സുന്നയുടെ ഉലമാക്കൾക്ക് തരണേ അല്ലാഹ്. കേരളത്തിന്റെ അഹ്ലു സുന്നത്തിന്റെ പണ്ഡിത പ്രസ്ഥാനങ്ങൾ എത്രയോ അല്ലാഹുവേ അതിന്റെ നേതാക്കന്മാർക്കില്ല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് കാലം ഞങ്ങൾക്ക് നേതൃത്വമാകാ അല്ലാഹ്. നല്ല തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ ഈ റമളാൻ ഞങ്ങൾ അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത ചെറുതും വലുതുമാണ് എത്രയോ പാപങ്ങളാ. പടച്ചവരെ നീ പുറത്തു തരണേ അല്ലാഹ്. നീ പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ആര് പൊറുക്കാനാണ് റബ്ബേ? നിങ്ങൾ ആരോട് ചോദിക്കാനാണല്ലാഹ്. പടച്ചവനെ നിന്നോടല്ലാതെ ആരോട് തേടാനാ? ഞങ്ങളുടെ മനസ്സിൽ നിന്റെ നബിയല്ലാതെ ആരാ? സല്ലല്ലാഹു അലൈഹി വസല്ലം. ശാദലീത്തങ്ങളും റിവായിത്തങ്ങളും ജീലാരിത്തങ്ങളും അല്ലാതെ നീ ഇഷ്ടപ്പെട്ട ഉലിയാ അല്ലാതെ ഞങ്ങളുടെ മനസ്സിലില്ല അല്ലാഹുവേ. ആ മഹാന്മാർക്ക് ഇഷ്ടം കൊടുത്ത പോലെ ഞങ്ങൾക്കും നീ നിന്റെ ഇഷ്ടം താ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു താ അല്ലാഹ്. ഈ റമളാൻ ഞങ്ങൾക്കൊന്ന് അനുകൂലമാക്കി താ അല്ലാഹ്. ഒരു റമളാൻ പോലും ഞങ്ങൾക്ക് എതിരാക്കല്ല അല്ലാഹ്. ഇന്നെന്റെ രാത്രി നിന്നോട് പറയുമ്പോ ഞങ്ങളെ കുറിച്ച് അഭിമാനം പറയണേ അല്ലാഹ്. അഭിമാനം പറയണേ അല്ലാഹ്. ഞങ്ങളെ കുറിച്ച് സ്തുതി പാടണേ അല്ലാഹ്. എന്നെ മൈൻഡ് ചെയ്തില്ല, ഞാൻ അവന്റെ പടിവാതിൽക്കൽ പോയതാ എന്ന് വിഷമം പറയുന്ന റമളാനാക്കല്ല അല്ലാഹ്. ഈ റമളാൻ ഞങ്ങൾക്ക് എതിരാക്കല്ല റബ്ബേ. അനുകൂലമാക്കണേ അല്ലാഹ്. അനുകൂലമാക്കണേ അല്ലാഹ്. ഈ റമളാൻ ഞങ്ങളുടെ അവസാന റമളാനാക്കല്ല അല്ലാഹ്. ഇനിയും ഒരുപാട് റമളാനുകൾ ഇതുപോലെ ദിക്റിന്റെ ആരിഫീങ്ങളെ മദ്ഹൂദുന്ന മദ്രസുകളോ എമ്പാടും ആസ്വദിക്കാനും അതിലെല്ലാം അമല് ചെയ്യാനും അതിലെല്ലാം അല്ലാഹുവേ നിന്നെ സ്മരിക്കാനും നീ ഇഷ്ടപ്പെടണോരോ ഇഷ്ടപ്പെടാൻ വലിയ ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. പടച്ചവരെ ഒരുപാട് ഒരുപാട് റമളാൻ എന്തെന്ന് സാധുക്കൊക്കെ പറഞ്ഞു കൊടുക്കാ. ഞങ്ങളെ ശബ്ദങ്ങൾക്ക്, ഞങ്ങളെ തൊണ്ടകൾക്ക്, ഞങ്ങളുടെ ആരോഗ്യങ്ങൾക്കോ, ഞങ്ങളുടെ ഓർമ്മകൾക്ക്, ഞങ്ങളുടെ ഇൽമുകൾക്കോ ഒക്കെയും വലിയ തൗഫീഖും ബറക്കത്തും തരണേ അല്ലാഹ്. ജീവിക്കണ കാലം ഇസ്സത്തോടെ ആഫിയത്തോടെ ഒരു മഖ്ലൂക്കിന്റെ മുന്നിലും ഒന്നിന്റെ പേരിൽ അതേത് അധികാരത്തിന്റെ പേരിലായാലും സമ്പത്തിന്റെ പേരിലായാലും തലകുനിക്കാതെ ഇസ്സത്തോടെ നിൽക്കാ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. ദുനിയാവിന്റെ പൊട്ടീസുകൾ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. വലിയവനാണെന്ന് തോന്നൽ തരല്ലേ അല്ലാഹ്. വലിയവനാണെന്ന് തോന്നൽ തരല്ലേ അല്ലാഹ്. ഒന്നുമില്ലാതെ താഴെ കിടക്കുന്ന പൂടിയോളം ചെറുതാ, അതിനിപ്പോ അതിന്റെ മഹത്വം പോലും ഇല്ലല്ലോ എന്ന തിരിച്ചറിവുള്ള ഹൃദയങ്ങളാക്കി താഴ്മയോടെ നല്ല വറോടെ തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധിയാക്കണേ അല്ലാഹ്. കറകൾ മാറ്റി തരണേ അല്ലാഹ്. കല്ലാബൽ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. തെളിഞ്ഞ സോഫായ ഹൃദയങ്ങൾ താ അല്ലാഹ്. പടച്ചറമ്പേ ഞങ്ങളുടെ അമലുകള്, ഞങ്ങളുടെ നോമ്പുകള്, ഞങ്ങളുടെ നമസ്കാരങ്ങള്, ഞങ്ങളുടെ റുകൂഅകള്, ഞങ്ങളുടെ സുജൂദുകള്, ഞങ്ങളുടെ ഖിയാമുകള് അല്ലാഹുവേ ഞങ്ങളുടെ ദിക്റുകള്, സ്വലാത്തുകള്, ഖുർആനോത്തുകള് എല്ലാം ഫലത്തിലാക്കി തരണേ അല്ലാഹ്. മഖ്ബൂലാക്കണേ അല്ലാഹ്. മർദൂദാക്കണേ അല്ലാഹ്. എല്ലാത്തിനും ഉപരി ഞങ്ങളുടെ കൊതിയാണ് റബ്ബേ. ഉമ്മച്ച പുണ്യമോനങ്ങ് അങ്ങ് മഹറമിലായിരിക്കുമ്പോ ഭീമാ ഉമ്മച്ച ഇവിടെ ഇരുന്നു കൊണ്ടല്ല പൊട്ടിക്കരയുമ്പോഴാ പാരാണമാവീന ഭൂപകൃതങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് മോനെ ഉമ്മ വിഷമത്തിലാ മടങ്ങിപ്പോണേന്ന് പറഞ്ഞതുപോലെ സാദുൽ ഇമാമിന്റെ ഓരത്ത് വന്ന് അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ നിയന്ത്രിച്ചതുപോലെ അല്ലാഹ് ഞങ്ങൾക്കും ഒരു കൊതിയുണ്ട് റബ്ബേ.
ജീവിതത്തിൽ ഒരൊറ്റ വട്ടമെങ്കിലും ആ മുസ്തഫയുടെ നബിതങ്ങളെ ഒന്ന് കാണാം. വിധി കൂട്ടണേ അല്ലാ, വിധി കൂട്ടണേ അല്ലാ, അല്ലാ അല്ലാ അല്ലാ, വിധി കൂട്ടണേ അല്ലാ. മരിക്കുമ്പോ അല്ലാഹുവേ കണ്ട എന്തൊരാനന്ദമാണ് മുസ്തഫ, എന്തൊരു പ്രകാശമാണ് മുസ്തഫ. എനിക്കും ഒരുപാട് കാണാനും ആ കരങ്ങളിലൊന്ന് മുത്തമിടാൻ വലിയ ഭാഗ്യം തരണേ അല്ലാ. പടച്ചോരേ, മരിക്കുമ്പോൾ ആ മുത്തിന്റെ മുസറവാള അതുയവായ അഹ്സനായ അജ്മലാള ആ സുന്ദര മുഖമൊന്നു കാണാ, കണ്ടുകൊണ്ട് മരണവേദന മറന്നു മരിക്കാ അല്ലാ. വലിയ ഭാഗ്യം തരണേ അല്ലാ. ഭീമാപള്ളിയുടെ ഓരം വറക്കത്തിന്റെ ഓരമാക്കല്ല, ഒരുമയുടെ ഓരമാക്കല്ല, ഇസ്സത്തിന്റെ ഓരമാക്കല്ല. ഉമ്മച്ചാന പള്ളി എന്നുമെന്ന് ലോകമെല്ലാവർക്കും ആ ഭയത്തിന്റെ കേന്ദ്രമാക്കണേ അല്ലോ. ഈ ഓരത്ത് വരണ ഒരാളെയും പ്രതാപനാക്കല്ല. പടച്ചവനെ, ഈ നാടിന്റെ പടച്ചവനെ, മത്സ്യത്തൊഴിലാളികളാണ് കടലിന്റെ മക്കള്. അല്ലാഹുവേ, മടികളുമായി വെള്ളങ്ങളുമായി ഇറങ്ങുമ്പോ ജീവൻ പോലും പണയം വെച്ചല്ലോ. കടപ്പുറത്ത് പോയ 17 വയസ്സായ റൈഹാളെന്ന പൊന്നുമോന്റെ ഭവനത്തിൽ ഒന്ന് പോയിട്ട് വന്നതാ തമ്പുരാൻ. അല്ലാഹുവേ, നാളത്തേക്ക് വേണ്ടി സ്വരൂപിച്ച് വെക്കണ പൊന്നുമക്കള് കഷ്ടപ്പെട്ട വേദന സഹിക്കാൻ പറ്റൂല അല്ലാ. എന്നിട്ടും നാളെ വീണ്ടും അവരിറങ്ങുമല്ല, നാളെ വീണ്ടും ആ മക്കൾ ഇറങ്ങുമല്ല. ഒന്ന് ജീവിക്കാനാ ഇത് നീ തന്ന സമ്പത്തല്ലേ, ഈ കടല് നിന്റെതല്ലേ, ഇതിന്റെ സമ്പത്ത് നിന്റെതല്ലേ അല്ലോ. ഈ ഓരത്തോ ഈ തീരത്തോ നിന്റെ കടലിന്റെ സമ്പത്തുകൾ ചൊരിച്ചു തരണേ അല്ല. ഇവിടത്തെ വള്ളങ്ങൾ നിറയ്ക്കണേ അല്ല, ഇവിടത്തെ ഭവനങ്ങൾ പട്ടിണിയാക്കല്ലോ, പട്ടിണിയാക്കല്ലോ, പട്ടിണിയാക്കല്ലോ. ഈ പൊന്നുമക്കൾക്ക് വേണ്ടുന്നതല്ല നീ നൽകണേ അല്ല. പടച്ച തമ്പുരാറ് എപ്പ വന്നാലും കൈപിടിച്ച് കരയുടെ കണ്ണുകളാ അവരെ കൊണ്ട് കരയിപ്പിക്കല്ലേ അല്ല. ഈമാനുള്ള ഇസ്സത്തിന്റെ മക്കളാക്കണേ അല്ല. ഉമ്മച്ചാനെ പോലെ ഔലിയായിനെ സ്വീകരിച്ച ഒരു സമൂഹത്തിന്റെ ബാക്കി പത്രങ്ങളാ അവര് ചെയ്തുപോലെ കെത്തികുറ്റങ്ങളുടെ പേരില് ഈ നാട്ടിൽ ശാപം തരല്ലേ അല്ല, നാശമിറക്കല്ലേ അല്ല. എന്റെ ശബ്ദം കേൾക്കണ എല്ലാരും പടച്ചവന് ആ നാവിന് മദ്യം തുടരല്ലേ അല്ലാ. പടച്ചവനെ ഹറാമൊന്നും ചെയ്യിക്കല്ലേ അല്ലാ, കഞ്ചാവിന് അടിമകളാക്കല്ലേ അല്ലാ. ഇസ്സത്തുള്ള നല്ല മക്കളാകെ ഭീമാപള്ളി ലോകത്തിനല്ലാഹ് വലിയ മാതൃകയായി നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ, ഈ റമളാൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റമളാൻ. اللهم اجعل هذا شهر شريف اللطيف رمضان شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا ورقاب أمهاتنا ورقاب إخواننا ورقاب أخواتنا من الدين والفقر والنار. اللهم اجعلنا ممن رضي عنهم شهر رمضان ولا تجعلنا ممن خصمهم شهر رمضان. اللهم اجعلنا فيه من المقبولين ولا تجعلنا فيه من المردودين ولا من المغلوب عليه ولا من الضالين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك. പടച്ചവനെ, പ്രവാസ ലോകത്തിന്റെ പ്രിയപ്പെട്ടവര് വലിയ ഖൈറും റാഹത്തും ഒക്കെ നൽകണേ അല്ലാ. ഈ നാടിന്റെ തങ്ങളെ ഹൃദയത്തിലേറ്റുന്ന പ്രിയ ഉമ്മമാർ, ഈ സമയം വരെ വന്നിരുന്നവര് എല്ലാവർക്കും വലിയ ഖൈറും റാഹത്തോ ആഫിയത്തും കൊടുക്കണേ അല്ലാ. ഇന്ന് മുതൽ ഈ ഉലമാക്കളുണ്ട് എന്റെ കരളിന്റെ കഷ്ണങ്ങളാണ്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് ഈ നാടിന്റെ ഉലമാക്കള്. അല്ലാഹുവേ, ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. ഈ മുത്തഅല്ലിമീങ്ങള്, ഈ ഉമ്മമാര് ഉപ്പമാര് ഇന്ന് രാത്രി മുതൽ ഒന്ന് ദുആ ചെയ്യുമ്പോ
അവരെ തങ്ങൾ ഉസ്താദിനെ ഓർമ്മിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. على محمد صلى الله عليه وسلم. اللهم صل على محمد والآل أهل البيت سلم. നമ്മുടെ ഫാനല്ലേ ഇരിക്കണം ഇവന് ചില്ലറക്കാരനല്ല കേട്ടാ. ഈ റമദാന് മുമ്പ് ഇറയും കൂടെ പ്രസംഗിക്കുമ്പോൾ പഠിച്ചോനെ കാടിന്റെ അകത്ത് അവിടെ ഒന്നിരിക്കണം. ഞാൻ വേണമെന്നും പറഞ്ഞു. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ.